ആ ഷമീറെ, ആ വീഡിയോ കണ്ടോ? ഏതാണ്? വീഡിയോ കണ്ടോ? ഇല്ല ഇല്ല, ഞാൻ ഇത് പണ്ടേ കണ്ട വീഡിയോ അല്ലേ ഷമീറെ. ആ നിങ്ങൾ കുക്ക് ചെയ്യുന്ന അത് ഒരു സ്റ്റോറിക്ക് പണ്ടത്തെ അല്ല, പിന്നാലെ പണ്ടത്തെ പറയാൻ അല്ല, പറ്റില്ല. പണ്ടത്തെ അല്ലേ പണ്ടത്തെ ഈ അല്ല, ചെയ്യേണ്ടെന്ന് പണ്ടത്തെ അറിയാം. ഞാൻ ലിങ്ക് വിട്ട്. ഇട്ടാ ഞാൻ ആ ചെയ്ത അത് ആ വേണ്ട. റൂമിന്റെ ലിങ്ക് എടുത്താ. ആ അത് ഞാൻ ഇപ്പൊ ശരിയാണ്. സിസ്റ്റത്തിന് മുമ്പിലുണ്ട്. ആ അതിന്റെ ഡേറ്റ് പറഞ്ഞുതരാം. ഡേറ്റ് പറഞ്ഞിട്ട് ഏത് എവിടുന്ന എങ്ങനെ ഞാൻ എവിടെ പോയി തപ്പിയെടുക്കാൻ ആ ഷമീറെ? അതന്നെ ഞാൻ പറഞ്ഞു, ഞാൻ തപ്പിയിട്ട് കാണില്ല ആ വീഡിയോ. ആ ലിങ്ക് എടുക്കുക. എന്റെ എന്തായാലും എടുക്കുമ്പോ നിങ്ങൾ ലിങ്ക് ചെയ്ത ഉണ്ടാവില്ലേ? ലൈവ് അല്ലേ? നിങ്ങൾ ചെയ്ത ലൈവ് ആണോ അല്ലേ? ആ എന്റെ ആണ്. ലൈവിലാണോ ഉള്ളത്? നിങ്ങളെ ചാനലിലാണോ ഇനി പ്രൗഢമൂന്റെ ചാനലിലാണോ? പ്രൗഢമൂലായിരിക്കും. ആ ക്ലബ് ഹൗസ് ആണെങ്കിൽ അതിലും നോക്കി, പ്രൗഢമൂലായിരിക്കും. ഒരു മിനിറ്റ്. അതിലും ഒന്ന് നോക്കി ഞാൻ ആ എടുക്കാ, നോക്കാലോ. അതിനെന്താ? ഡേറ്റ് ഡേറ്റ് പറഞ്ഞോ. പറഞ്ഞുതരാം. 26 ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, 26/07. ഒരു മിനിറ്റ് ഷമീറെ. ഞാൻ ഡേറ്റ് ഫുള്ള് നോക്കി, അതിന്റെ തലേ ചാനൽ ദിവസത്തും ഉണ്ട്. എടുക്കട്ടെ. ചാനൽ ആ ഓപ്പൺ അതെ ആയി അതെ. വരട്ടെ. നമ്മളത് ക്ലിക്ക് ചെയ്യാനുള്ള സമയം കൊടുക്കുക ചെയ്യും. അല്ല ഞാൻ പറയാ, അതിൽ ആ ഞാൻ നോക്കിയതാണ്, മെനക്കെട്ടണ്ടെന്ന് പറയാൻ അത് വേണ്ടിട്ട്. മെനക്കെടണം. ആ മെനക്കെടാതെ എങ്ങനെ മെനക്കെട്ടോ പറ്റുക? പ്രശ്നമൊന്നുമില്ല, പക്ഷെ കിട്ടൂല സാധനം. ലൈവ്, അതിൽ ലൈവിൽ പോയാൽ ഞാൻ പറഞ്ഞോ, ഡേറ്റ് പറഞ്ഞോ. 2021 2021 അതിന്റെ ഇരുപത്തി ടൈറ്റിൽ ആറാം ഓർമ്മയുണ്ടോ? തീയതി ആ ടൈറ്റിലേക്ക് ഓർമ്മയില്ല. 20 6 7 മാസം, ജൂലൈ, ജൂലൈ 7 മാസം. 2021 ജൂലൈയിലാ? ആ ജൂലൈ. ഒരു മിനിറ്റ്. ഈ വീഡിയോയില് നിങ്ങൾ പറഞ്ഞ കാര്യം, നിങ്ങൾ പറഞ്ഞു അത് നിങ്ങൾക്ക് നിക്ക് നാക്കുപേ 2021 സന്തോഷാണെന്ന് പറഞ്ഞു. ജൂലൈ അല്ല, ഒരു മിനിറ്റിന്റെ ക്ഷമയറ. ഇങ്ങനെ ഈ അതായത് ഇസ്ലാം മതം ഉറുമ്പുകളെ കൊല്ലാൻ പഠിപ്പിക്കുന്ന മതമാണെന്ന് ഞാൻ പറഞ്ഞു. അതാണല്ലോ ആരോപണം എന്റെ. ഇസ്ലാം മതം ഒന്ന്. അല്ലല്ല, ഇസ്ലാം മതം മതം ആ ഞങ്ങളെയും മതം, പ്രവാചകനുമാണ് മതം. വാക്കുപിഴ പറ്റിയത്. മതം അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്നല്ല എന്റെ ആരോപണം. ഒന്ന്, അതാണ് ഒന്നാമത്തെ കേൾപ്പിച്ചാൽ ചോദ്യം മതി. അതാണ്. അതാണ് കേൾപ്പിച്ചോ. മതം അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ആ അതാണ് കേൾപ്പിക്കേണ്ടി. കേൾപ്പിക്കും. അത് നിങ്ങൾ 2 വീഡിയോയിലും പറയുന്നുണ്ട്. എന്റെ ഷമീറെ, എനിക്ക് വേറെ പണിയില്ലേ ഷമീറെ? മതം എങ്ങനെ ഉറുമ്പുകളെ പറയുന്നുണ്ട് കൊല്ലാൻ പഠിപ്പിക്കുന്ന മതാണ് 2 വീഡിയോയിലും ഇസ്ലാമിന്റെ പറയുന്നുണ്ട്. വാദം. ഉറുമ്പുകളെ എല്ലാരെയും കാണുന്നിടത്ത് കൊല്ലണം എന്നാണെന്ന് ഞാൻ പറഞ്ഞു എന്നാണ് ഇപ്പൊ ഈ പറയാൻ അങ്ങനല്ല ശ്രമിക്കുന്നത്. പറഞ്ഞത്, അങ്ങനല്ല എന്തൊക്കെ പറഞ്ഞത്. നിങ്ങൾ മണ്ടത്തരാണ് ഷമീറെ പറഞ്ഞതല്ല. പറയണേ? ഞാൻ നിങ്ങൾ പറഞ്ഞുതരാം. അതിൽ പറഞ്ഞത് ഞാൻ പറഞ്ഞ ഞാൻ പോയിന്റ് ഇടയ്ക്കിടയ്ക്ക് എന്താ? സിമ്പിൾ കേൾപ്പിച്ചു ആയിട്ട് തരാം. ഞാൻ ഒറ്റ മിനിറ്റ് പറയട്ടെ. കേൾപ്പിച്ചു തരാം എന്നിട്ട് പറഞ്ഞു പറഞ്ഞോ. പറഞ്ഞു. അതിന് ആദ്യം ആ ആ വീഡിയോ എടുക്കട്ടെ ഷമീർ. ആ വീഡിയോ ആ എടുക്കട്ടെ. എന്നിട്ട് നമുക്ക് ഓ ഞാൻ എനിക്കത് എടുത്തോ. ഇതെന്താ അറിയോ, ഞാൻ ഇത് ഇഞ്ഞി ഈ ഉറുമ്പും കൊണ്ട് ഇനി ഇത് നടക്കരുത്. അതന്നെ എനിക്കും ആ പറയാനുള്ളത്. അതന്നെ വേണ്ട. ഇപ്പൊ നിങ്ങൾ ശരിയാക്കി കുറെ തരാം. ആ വീഡിയോസിൽ ഈ വീഡിയോ സംഭവം എടുക്കട്ടെ. ആ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. എടുക്കട്ടെ. വീഡിയോ എടുക്കട്ടെ. ആ വെയിറ്റ് എടുത്തോ. വെയിറ്റ്. 2 കാര്യമാണ് ഞാൻ അതിൽ ചോദിച്ചത്. 2023 2021, 23 അല്ല, 21 ജൂണാ? 21 ജൂൺ. ജൂൺ ഒരു മിനിറ്റ് ഞാൻ ജൂലൈ നോക്കട്ടെ. ജൂൺ അല്ല, ജൂലൈ എന്നൊക്കെ ഞാൻ 7 ഇതിന്റെ മാസം. സ്റ്റുഡിയോയിൽ പോയിട്ട് എടുക്കട്ടെ. ഒരു മിനിറ്റ്. നിങ്ങൾ യൂട്യൂബ് എവിടെ പോയി സ്റ്റുഡിയോയിൽ എടുത്തോ? പോയിട്ട് എടുക്കട്ടെ. ഒരു മിനിറ്റ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നോക്കി എടുക്കാൻ എളുപ്പമുണ്ടാവും. ലൈവ് ഞാൻ നിങ്ങളെ 3 ചാനൽ, 3 അല്ല, 1 2 ശരിയാക്കി 3 തരാം. 4 വെയിറ്റ് ചാനലായിട്ട് ചെയ്യ്. തടഞ്ഞിന്. ഡേറ്റ് വെച്ചിട്ട് നമുക്കിത് സോർട്ട് ചെയ്യട്ടെ. ഞാൻ ഡേറ്റ് തന്നെയാണ്, കറക്റ്റ് ആണ്. കാരണം എന്താ അറിയോ? സെപ്റ്റംബർ 2021 ജൂണിലൊന്നും ഞാൻ പ്രൗഢമൂലി വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടില്ലല്ലോ എന്റെ ഷമീറെ. അല്ല, പ്രൗഢമൂന്നല്ല ഞാൻ പറഞ്ഞേ. നിങ്ങളെ ഈ ചാനല് അല്ലെങ്കിൽ പ്രൗഢമൂ അല്ലെങ്കിൽ അതുവരെ എന്റെ പോയിട്ടുണ്ടാവും. നോക്കട്ടെ. അവിടൊക്കെ ഞാൻ പറയട്ടെ. ഇതെന്ത് ഇത്ര തിരക്ക്? ഞാൻ പ്രൗഢമൂലി പറയും. 2021 സെപ്റ്റംബർ മുതലാണ് ലൈവ് പോയി തുടങ്ങിക്കുന്നത്. 2023 സെപ്റ്റംബർ മുതലുള്ളതുള്ളൂ. അതെ അതെ അതെ. അത് പോട്ടെ, ഞാൻ പറയണ ഫുള്ളാക്കി ഇല്ല, കേൾക്ക്. ഇത് എടുക്കട്ടെ. ജൂൺ, ജാനുവരി, ഫെബ്രുവരി ആ സമയത്തൊക്കെ നമ്മളെ എന്റെ ചാനലിലുണ്ട് ലൈവുകൾ. പറയും. ഓക്കെ. അപ്പൊ ജൂലൈ 26 തീയതി. 26 ജൂലൈയാ? ആ നമുക്ക് എളുപ്പമാണ് എടുക്കാനേ. ഇന്ന് പ്രശ്നമുള്ള കാര്യമല്ലല്ലോ. 26 ജൂലൈയിൽ വീഡിയോ ഇല്ലല്ലോ ഷമീറെ? ഇല്ലല്ലോ. അതിന്റെ പിറ്റേ ദിവസം ഉണ്ടല്ലോ, തലേ ദിവസം ഉണ്ടല്ലോ. ഉണ്ട്. അന്നില്ലല്ലോ. ഇല്ല. ഇതന്നെ ഞാൻ പറഞ്ഞു. എവിടെ അത്? എവിടെ വീഡിയോ? ഞാൻ അതാ ഞാൻ ചോദിച്ചത്, എവിടെ അത്? ഏത് വീഡിയോ? ആ വീഡിയോന്റെ ടൈറ്റിൽ എന്താ പറ? ടൈറ്റിലേക്ക് ഓർമ്മയില്ലാതെ. അത് ഞാൻ എന്റെ ചാനലില് അല്ലെങ്കിൽ എന്റെ ക്ലബിൽ നടത്തിയ വീഡിയോകളാണ് ഞാൻ ലൈവ് പോവുക. ഇനി ഞാൻ തെളിവ് പറഞ്ഞിട്ടേ ആ ഡേറ്റിൽ തന്നെയാണ് നടന്നതെന്നുള്ള തെളിവ് ഞാൻ കാണിച്ചിട്ടെ ഷമീറെ. ഇനി വേറെ കുറെ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ വേറെ സ്ഥലത്ത് കുഴിയാന പറഞ്ഞിട്ട് ഒരു ചാനൽ ഉണ്ടായിരുന്നു. കുഴിയാന. അതിലൊന്നും വീഡിയോ ഞാൻ ലൈവ് പോയിട്ടില്ല. അതിലും ഞാൻ പോയി നോക്കിന്ന്. ഓരാണിപ്പോ ഇൻഫിഡന്റൽ എന്ന് പറഞ്ഞിട്ട് വേണ്ട. പിന്നെ ഇതിന്റെ ടൈറ്റിലിന്റെ പേര് പറ. എന്തായിരുന്നു ആ ടൈറ്റിലിന്റെ പേര്? ആ ടൈറ്റിൽ പറ. ടൈറ്റിലിന്റെ പേര് ഓർമ്മയില്ല കുട്ടിയെ. അത് ടൈറ്റിൽ പേര് വേണേ.
അത് ശരി, അതിന്റെ ആവശ്യമില്ലാന്ന്. ഈ സ്ത്രീവിരുദ്ധനായ ഡേറ്റ് അള്ളാഹു പോരെ. മുഹമ്മദിനെ ഫോളോ ചെയ്യുന്നു. എന്ത് ടൈറ്റിലെങ്കിലും ഒന്ന് ഓർത്ത് പറ. ഡേറ്റ് അല്ലേ കറക്റ്റ് കിട്ടിയില്ലേ, പിന്നെ ഈ ഡേറ്റിന്റെ ഡേറ്റ് ആവശ്യമുണ്ടോ? ഇജ്ജ് പറഞ്ഞ ഡേറ്റിൽ അങ്ങനെ വീഡിയോ തന്നെ ആ അല്ലല്ലോ. അത് ശരി, അതാ ഞാൻ പറഞ്ഞേ. ആളെ സ്വീപ്പാക്കുകയാണെങ്കിലോ? എല്ലാ അതിനാണ് ഞാൻ തെളിവ് തരാറിഞ്ഞേ. ആ തെളിവ് ആ ലിങ്ക് ഡേറ്റ് അയച്ചോ, അപ്പൊ നമുക്ക് തന്നെയാണെന്നുള്ളത്, അറിയാലോ. ആ ഡേറ്റ് തന്നെയാണെന്നുള്ളതിന്റെ തെളിവ് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞോ. ഞാന് ഈ കാര്യം നടന്ന ഈ ലൈവ് നിങ്ങൾ നടന്നതിന്റെ പിറ്റേ ദിവസം മെസ്സഞ്ചറിൽ, ഫേസ്ബുക്കിന്റെ മെസ്സഞ്ചറിൽ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ലിങ്ക് അയച്ചു. അയച്ചിട്ടുണ്ടോ? ഇല്ല കുട്ടിയെ, പറയട്ടെ. അപ്പൊ അത് വേറൊരു ദിവസത്തെ ലൈവ് ആയിരിക്കും. ഈ ഏത് ലൈവ് എന്നാണ് എടുത്ത് പറഞ്ഞ വീഡിയോ ലിങ്ക് തന്ന പ്രശ്നം തീർന്നില്ലേ? അല്ല ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഡിലീറ്റ് ചെയ്താണെങ്കിൽ അതിനകത്ത് കാണൂലേ? ഈ ക്ലബ് ഹൗസ് തീർച്ചയായും ഡിലീറ്റ് ചെയ്യേണ്ട കാര്യം എന്തായിരിക്കുന്നത്? അതാ ഞാൻ ചോദിക്കണേ. ഞാൻ ചെയ്തിട്ടില്ല. ഈ അനക്ക് ഡേറ്റ് മെസ്സേജ് തെറ്റിയതാണ്. ഈ ഇപ്പൊ വേറൊരു തെറ്റായ ഡേറ്റ് പറയണു, അത്രേ ഉള്ളൂ. അവിടേക്ക് ഞാൻ മെസ്സേജ് അയച്ചു. എന്താ അറിയോ ചോദിച്ചേ? ഞാൻ അതല്ല ക്ലബ് ഹൗസിൽ ചോദിച്ചത്. കയറിയിട്ട് ഞാൻ അന്ന് ഏത് റൂമിലുള്ളത് ഞാൻ നോക്കിട്ട് പറഞ്ഞു. ക്ലബ് ഹൗസിലൊക്കെ ഞാൻ നോക്കി കുട്ടിയെ. അപ്പൊ അതില്ലാന്ന് പറഞ്ഞാ അപ്പൊ ഈ എവിടെ നിന്ന് ഉണ്ടാക്കിയെടുത്താണ് ഈ സാധനം? ഇതെന്തായാലും നിങ്ങൾ പറഞ്ഞല്ലാന്ന് നിങ്ങൾ പറയില്ലല്ലോ. വീഡിയോ ഞാൻ പറഞ്ഞതാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് കിട്ടണ്ടേ? അവിടേക്ക് ഞാൻ പറയണ അങ്ങനെ ഇജ്ജ് പറഞ്ഞോടത്ത് നിർത്താൻ പറ്റില്ല. ഇതിനാണ് വൈക്കോൽ ഉണ്ടാന്ന് പറയാ ഷമീറെ. അതായത് ഒരാളുടെ പേരിൽ ഒരു മിനിറ്റ് ഒരാളുടെ പേരിൽ ഒരു തെറ്റായ ആരോപണം ഉന്നയിക്കുക, എന്നിട്ട് അയാള് പറഞ്ഞു എന്ന രീതിയിൽ ഒരു നുണ നമ്മൾ സൃഷ്ടിക്കാം. പറയട്ടെ ഷമീറെ, അവിടെ നിക്ക്, ഞാൻ പറയട്ടെ. ഞാൻ പറയട്ടെ. ഇപ്പൊ ഇത്ര നേരം പറഞ്ഞൊന്നും ഇവിടെ ഇല്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് ഇപ്പം മറ്റേ വാട്സപ്പില് ഞാൻ നിങ്ങൾക്ക് അന്ന്, അതായത് ഈ ലൈവ് നടന്ന പിറ്റേന്ന് നിങ്ങൾക്ക് അയച്ച മെസ്സേജ്. ശരിയാ, ലൈവ് എവിടെ ഏതിലാണ് നടന്നത്? അത് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയത് ക്ലബ് ഹൗസിൽ നിന്ന് കിട്ടിയത് പറ. യൂട്യൂബിൽ നിന്നും. അപ്പൊ ആ യൂട്യൂബിന്റെ ലിങ്ക് എടുത്താ പ്രശ്നം തീർന്നില്ലേ? ലിങ്ക് എന്റെ കയ്യിലില്ല, ഞാൻ തെരഞ്ഞു. പിന്നീട് കിട്ടിയപ്പോ എങ്ങനെയാണ് വീഡിയോ കിട്ടിയത്? എന്തായാലും നടന്നില്ലേ വീഡിയോ? അന്ന് ഞാൻ എടുത്തതാണ്. അങ്ങനെ ഒരു പീസ് ഞാൻ എടുത്തതാണത്. ആ വീഡിയോ എന്തായിരുന്നു? അതിലെന്താണ് സംസാരിച്ചത്? ഞാൻ എന്താണ് പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞ ഞാൻ കേൾപ്പിച്ചു തരാം. വേണ്ട, ഞാൻ പറഞ്ഞുതരാം. പരിശോധിക്കാം. നിങ്ങൾ പറഞ്ഞ ഞാൻ അതാ കേൾപ്പിച്ചു തരാം. കേട്ടോ കേൾപ്പിച്ചോ. കേട്ടോ. വളരെ നല്ല ഭയങ്കര കാരുണ്യവാനാണ്. അതിന് തൊട്ട് താഴെ വരുന്ന ഹദീസാണ് ഉറുമ്പിനെ കൊല്ലൻ. അബൂ ഹുറൈറയിൽ നിന്ന് അവിടുന്ന് പറഞ്ഞു, പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകൻ ഒരു മരച്ചുവട്ടിൽ. ആദ്യം ശ്രദ്ധിക്കണം, മുഹമ്മദ് നബിയുടെ പറഞ്ഞിട്ടാണ് ഇയാൾ തുടങ്ങുന്നത്. ഈ കട്ടിങ് അല്ല വേണ്ടത് ഷമീറെ, ഇത് കേക്ക് ഏതെന്നാണ് നീ എന്താണ് എന്നിട്ട് ഹദീസ് വായിക്കണം. എന്താ മുഹമ്മദ് നബിന്റെ വിട്ടിട്ട് ഞാനൊരു വൈക്കോലുണ്ട് ഇത് ഉണ്ടാക്കിയില്ല. നിങ്ങൾ പറഞ്ഞതാണ് ഞാൻ കേൾപ്പിച്ചത്. ആ വീഡിയോ ഏതാണ് പറ. അതാ ഞാൻ പറഞ്ഞത്. നീ യൂട്യൂബിൽ നിന്നാണ് നീ ആ വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ, ഒരു മിനിറ്റ് യൂട്യൂബിൽ നിന്നാണ് ആ വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ ആ വീഡിയോയുടെ ടൈറ്റില് അതിന്റെ സ്ക്രീനിൽ ഉണ്ടാവും. യൂട്യൂബിൽ തന്നെ എടുത്ത്. അപ്പൊ അതിന്റെ അതായത് അന്നത്തെ ക്ലബ് ഹൗസ് ചർച്ചകളുടെ ലൈവ് എന്ന് പറയുന്നത് അതിന്റെ തമ്പനയിലായിരിക്കും അതിന്റെ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പൊ അതിന്റെ ടൈറ്റിലും അതിന്റെ അകത്ത് ഡേറ്റ് ഒക്കെ ഉണ്ടാവും. അതന്നെ ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ കേൾപ്പിച്ച ഭാഗം നിന്റെ അടുത്ത് വീഡിയോ പീസ് ഉണ്ടോ? അതല്ലേ ഞാനിപ്പോ ഇത്രയും നേരം പറഞ്ഞേ. എന്താണ് അതിന്റെ വീഡിയോ പീസ് അല്ലേ ഇത്രയും നേരം പറ. ബാക്കിയും കൂടി കേട്ടോ. അതല്ലെന്ന് വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ എന്റെ അടുത്ത് വീഡിയോ ആയിട്ടുണ്ടോ അതോ ഓഡിയോ മാത്രമാണോ? ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്തല്ലേ. അപ്പൊ എന്നാ അതില് ആ സ്ക്രീനില് ഞാൻ ആ പറയുന്ന വീഡിയോ കാണുന്ന യൂട്യൂബിന്റെ സ്ക്രീനിൽ അതിന്റെ ടൈറ്റിൽ ഉണ്ടാവുന്ന ഇല്ലാന്ന്. പിന്നെ അതിലെന്താ ഉള്ളത്? അതിലും മൊത്തം നിങ്ങൾ ഹദീസിന്റെ ഇത് കാണിക്കണേ. പിന്നെ ഒരു സൈഡിൽ നിങ്ങളെ ക്ലബ് ഹൗസ് ചർച്ചേന്റെ സ്ക്രീന് കാണിക്കും. ആ സ്ക്രീനിന് ടൈറ്റിൽ ഉണ്ടാവേ. ഇല്ല, ക്ലബ് ഹൗസ് ചർച്ചക്ക് ടൈറ്റിൽ ഇല്ലേ? കാണില്ല. നീ അത് കട്ട് ചെയ്ത് കളഞ്ഞു, അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ, എടുത്ത് നോക്ക്. 25-ാം തീയതി വീഡിയോ, 24-ാം തീയതി വീഡിയോ ഒക്കെ എടുത്ത് നോക്ക്. ആ വീഡിയോയുടെ ബോഡി, വീഡിയോയുടെ വീഡിയോ 24, 25, 26-ാം തീയതി നിങ്ങളെ ഇതില് ആ വീഡിയോ തന്നെ. ജൂൺ ആണോ ജൂലൈ ആണോ? ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട് നിങ്ങളെ ഫോണിലേക്ക്. ഞാൻ നിങ്ങൾക്ക് അയച്ച മെസ്സേജിന്റെ എന്തൊരു കഷ്ടപ്പാടാണ്. ഞാൻ ചോദിക്കുന്നത് എന്താ അറിയോ? ഞാൻ അതല്ല ചോദിച്ചത് സുഹൃത്തെ. ഇന്നലെ നിങ്ങൾ സംസാരിച്ച ഉറുമ്പുമായി കൊല്ലുന്ന ഹദീസിനെ പറ്റി ഞാൻ സ്ക്രീൻഷോട്ട് നോക്ക് ആദ്യം. ആ സ്ക്രീൻഷോട്ട് ടൈറ്റിലിന് വായിക്കും ഷമീർ. എന്റെ കയ്യിൽ ആ വീഡിയോ ക്ലിപ്പ് എന്റെ നിങ്ങളും ഞാനുമായിട്ട് സംസാരിച്ച ആ സ്ക്രീൻഷോട്ട് നോക്ക്. ഷമീറിന്റെ കയ്യില്
ഷമീറിന്റെ കയ്യിൽ ഇതൊന്നും അല്ല വേണ്ടത്. അതൊക്കെ വിട്, നിന്റെ അതൊക്കെ വിട്, സ്ക്രീൻഷോട്ട് കിട്ടിയിട്ട് അതൊക്കെ എന്താ വിട്. ഷമീർ? ഇത് ജൂലൈ അതൊക്കെ വിട്. 27-നാണ്. ഓക്കെ, അത് വിട്, അത് വിട്, തലോസ് ആണെന്ന് ഇപ്പൊ എന്താ തെളിവ്? അത് വിട്, ഇപ്പൊ അത് എനിക്ക് വിട്. തന്ന വീഡിയോ ഉണ്ടല്ലോ, അതായത് നീ ഇപ്പൊ ആ ഉറുമ്പ് ഹദീസ് എന്ന് പറഞ്ഞ ആ ഭാഗത്ത് എന്റെ വീഡിയോ ക്ലിപ്പ് നീ കട്ട് ചെയ്ത് എടുത്തിട്ടില്ലേ? ആ വീഡിയോ ക്ലിപ്പ് എന്റെ കയ്യിലുണ്ടോ? അതല്ലേ ഞാനപ്പോ എന്റെ ചാനലിൽ കാണിച്ചത്. ചാനലിൽ കാണിച്ചിട്ടില്ലല്ലോ. എത്രാമത്തെ എന്റെ വീഡിയോയിൽ എത്രാമത്തെ മിനിറ്റിലാ നോക്കട്ടെ. ഞാൻ ഇന്നിപ്പോ എനിക്ക് അയച്ചു തന്നല്ലോ, അതിൽ എത്രാമത്തെ മിനിറ്റിലുള്ളത്? 2 മിനിറ്റ് 47 സെക്കൻഡ്. 2 മിനിറ്റ് 47 സെക്കൻഡ്. 2 മിനിറ്റ് 47 സെക്കൻഡിൽ ഈ ഇല്ലല്ലോ. അത് ഞാൻ ചോദിക്കണത് കുഞ്ഞെ, ഇത് നീ എഡിറ്റ് ചെയ്തതല്ലേ? ഈ വീഡിയോ നീ എഡിറ്റ് ചെയ്തതല്ലേ? ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ വീഡിയോ ക്ലിപ്പ് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോന്റെ പീസ് എന്റെ അടുത്തില്ല, കട്ട്, ആ ചെറിയ പീസ്. ഫസ്റ്റ് എടുത്തത് എവിടുന്നറിയോ? ഫസ്റ്റ് എടുത്തത് ആ സാധനം എന്റെ അടുത്തുണ്ടോ ഇപ്പൊ? ആ സാധനത്തിന്റെ ഫസ്റ്റ് ഒറിജിനൽ ഫസ്റ്റ് ഞാൻ ചെയ്ത വീഡിയോ എന്റെ ചാനലുണ്ട്. അതുണ്ടോ? ആ ചാനൽ അതിന്റെ ലിങ്ക് ഇതാ. നിങ്ങൾ എന്നെ കാണിച്ചൊരു ഷമീർ, എന്തിനാ ഇത് പറയുന്നത് എനിക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലാവുണ്ടോ? അതായത് ഈ പറയുന്ന വീഡിയോ ക്ലിപ്പ്, ഇതിപ്പോ ലിയാഖത്ത് കളവുകൾ നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് വലിയ പോസ്റ്ററാണ്. അതിന്റെ മൂലക്ക് കണ്ണിന് കാണാത്ത രീതിയിൽ ചെറിയ പീസാണത്. ആ വീഡിയോ നീ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയിൽ ഇതിന്റെ ടൈറ്റിൽ ഉണ്ടാവും. പിന്നെ എങ്ങനെ കിട്ടിയ എനിക്ക്? സ്ക്രീൻഷോട്ട് ആണെങ്കിലും എന്റെ വീഡിയോ നീ കണ്ടുകൊണ്ട് അത് നീ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ വീഡിയോ വെച്ചിട്ടല്ലേ നീ വീഡിയോ ചെയ്തത്? അതെ. അപ്പൊ നീ എടുത്ത സ്ക്രീൻഷോട്ട് എന്റെ അടുത്ത ഫയൽ ഉണ്ടാവൂലേ? സ്ക്രീൻ റെക്കോർഡ് അതൊന്ന് അയച്ചിട്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് കിട്ടുവേ. സ്ക്രീൻ റെക്കോർഡിംഗ് നിന്റെ വോയിസ് കട്ടായി പോണ്. അതെങ്ങനെ ഫയൽ എന്റെ കയ്യിലുണ്ടാവുക? ഞാൻ ഡിലീറ്റ് ചെയ്തില്ലേ? ശരി, ആ അതില്ലാതെ എങ്ങനെ നീ പിന്നെ നീ നിന്റെ കയ്യിലുള്ള തെളിവൊക്കെ നശിപ്പിച്ച് കളയാ, എന്നിട്ട് നീ വെറുതെ ഒരു ഓലപ്പാമ്പ് കൊണ്ട് വരിക? ഇങ്ങനെയാണോ കാര്യങ്ങൾ ചർച്ച ചെയ്യാ? അടക്ക്, ഞാൻ ഫസ്റ്റ് തന്നെ ഈ സംഭവം ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, അതിന്റെ ലിങ്ക് അയച്ചുതരാം. ലിങ്ക് ഇട്ടോ. അതില് നീ ഈ ടൈറ്റിൽ കിട്ടിയാൽ നമുക്ക് ആ ക്ലബ് ഹൗസ് എടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയണതേ. നമ്മളൊരു കാര്യം ചർച്ച ചെയ്യുമ്പോ ആദ്യം ആ സാധനം വേണ്ടേ? വെറുതെ നീ ഉണ്ടാക്കി വെക്കുന്ന വൈക്കോലുണ്ടോ വെച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുമോ? ഇനി ഇതിൽ എത്രാമത്തെ മിനിറ്റിലാണ്? ഇതില് നിക്ക്. ഇതിലും നീ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്തിനാണ്? ഈ ചർച്ച ഏതാണ്? ഇതുണ്ടോ? ഇത് ഷെഫീഖാണ്. ഷെഫീഖ് ഫ്രീ തിങ്കർ ഒക്കെ ചെയ്തൊരു റൂമാണ്. ഷെഫീഖ് ഫ്രീ തിങ്കർ തന്നെ ചെയ്ത നിങ്ങളുണ്ട്. ഞാൻ അതിൽ സ്പീക്കറാണ്. അപ്പൊ ഇത് ഒന്ന് കേക്കിന്റെ ഷമീറെ. അതായത് ഇതൊരു ഗ്രൂപ്പ് നടത്തിയ ചർച്ചയിൽ ഞാൻ പങ്കെടുത്ത് സംസാരിക്കുകയാണ്. അപ്പൊ ഈ ക്ലബ് ഹൗസ് ചർച്ച അതിന്റെ ടൈറ്റിൽ കിട്ടിയാല് നമുക്ക് അത് ഏത് ഗ്രൂപ്പാണെന്നും കിട്ടും, അത് ഏത് ദിവസം നടന്ന ചർച്ചയാണെന്ന് കിട്ടും. അവിടുന്ന് സാധനം എടുക്കാലോ. പറഞ്ഞ ടീമിക്ക് ഇതിപ്പോ നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല, വെറുതെ എന്തോ പറയാണ്. അല്ല, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം സാധനത്തിന്റെ ഒറിജിനൽ. ഒരു മിനിറ്റ് ഷമീറെ, ഒരു കാര്യം നമ്മളൊരു വിഷയം സംസാരിക്കുമ്പോ ഇല്ല ഷമീറെ, ഇങ്ങനെയല്ല. ഇത് നുണയന്മാരുടെ രീതിയാണ്, കള്ളത്തരം പടച്ചുണ്ടാക്കുന്ന പരിപാടിയാണ് ഇത്. ഞാൻ പറഞ്ഞുതരാം ഷമീറെ. നമ്മൾ ഒരാളുടെ മേലൊരു ആരോപണം ഉന്നയിക്കുമ്പോ ആ പറഞ്ഞ സാധനം എന്റെ അടുത്ത് വേണ്ടേ? അതല്ലേ ഇപ്പൊ കേൾപ്പിച്ചേ? ഇല്ല, അത് നീ കേൾപ്പിച്ചിട്ടില്ല. എന്നാ എടുക്കുക, അതേതാ വീഡിയോ ക്ലിപ്പ് പാ. ഇതെന്തിനാണ് നിനക്ക്? നീ ഇപ്പൊ ഞാൻ ചെയ്ത ഒരു ക്ലബ് ഹൗസിലെ സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് അതിൽ നിന്ന് ഈ ആളുകളുടെ ടൈറ്റിലും ഡേറ്റും ഒക്കെ ഡിലീറ്റ് ചെയ്തെന്തിനാ? ഡിലീറ്റ് ചെയ്തല്ലോ, അത് ടൈറ്റിൽ കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് നിങ്ങൾ പറയുന്ന എല്ലാ വിമർശനവും ആൾക്കാരെ കേൾപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. വീഡിയോ ക്രോപ്പ് ചെയ്യേണ്ട പരിപാടിയൊന്നുമില്ല. നിങ്ങൾ ഓരോ വീഡിയോ കാണിക്കുമ്പോ അതിന്റെ ടൈറ്റിൽ ഒന്നും കാണിക്കില്ല. അത് പോട്ടെ. ഇതെങ്ങനെ ഇതിപ്പോ നീ എടുത്ത കിട്ടും അത് പറ. അതാ ഞാൻ പറഞ്ഞത്, ഡേറ്റ് ഞാൻ പറഞ്ഞത്. ഡേറ്റ് അല്ല പറയേണ്ടത്, ആ ടൈറ്റിൽ ചർച്ചയും കൂടി പറഞ്ഞോ, ഏത് ഗ്രൂപ്പിലാന്ന് പറഞ്ഞോ. കാരണം ഇത് എന്റെ ചാനലിൽ ഉറപ്പാണ്. ഡേറ്റും പറഞ്ഞത് ഷമീറെ, കുയ്യാനെന്ന് പറഞ്ഞ ടീം നടത്തിയതാണ്. എന്നാ പിന്നെ ക്ലബ് ഹൗസിന്റെ ലിങ്ക് കിട്ടോ, ക്ലബ് ഹൗസ് റൂമിന്റെ ലിങ്ക് കിട്ടോ? എനിക്കറിയില്ല. അതായത് നീ എവിടുന്ന് എടുത്തെന്ന് പോലും നിനക്കറിയില്ലാത്ത ഒരു സാധനത്തിൽ നിന്ന് നീ കട്ട് ചെയ്തെടുത്ത ഒരു 10 സെക്കൻഡ് വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു വിഷയം സംസാരിക്കാം? 40 സെക്കൻഡ് ഉണ്ട്.
40 സെക്കൻഡ് വെച്ചിട്ട് എങ്ങനെ ഒരു വിഷയം സംസാരിക്കുക? അത് കേൾപ്പിക്കേ കേൾപ്പിക്കേ ഞാൻ കേൾപ്പിച്ചു പറഞ്ഞുതരാം. ഇനി ബാക്കി ഞാൻ ബാക്കി പറഞ്ഞുതരാം. കേൾപ്പിച്ചിട്ടാണ് കാര്യം പറയണ്ടേ, കേൾപ്പിക്കേ. അല്ലാതെ കേൾക്കാതെ. അപ്പൊ അത് കേൾപ്പിക്കണമെങ്കിൽ അതിന്റെ അപ്പുറം വേണ്ട ഷമീർ. അത് എവിടുന്നാ നീ കട്ട് ചെയ്തെടുത്തത്? നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാണ് പറയേണ്ടത്. നിങ്ങൾ പറഞ്ഞിട്ടും പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ കാര്യമാണ്. പറഞ്ഞ കാര്യമാണ്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് ആ വീഡിയോ കേട്ടാലേ അറിയുള്ളൂ. നീ കേട്ടോ പറയൂ. കേട്ടോ. എന്നിട്ട് പറയാണ് ഇത് നീയല്ലേ ഹദീസ് വായിച്ചു കൊടുക്കുമ്പോ എങ്ങനെയായിരുന്നു പ്രവാചകന്മാരിൽ പെട്ട ഒരു പ്രവാചകൻ. അതായത് നമുക്ക് മുന്നോട്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹത്തിന്റെ യാത്രാ സാമഗ്രികൾ അവിടെ നിന്ന് എടുത്തു മാറ്റി. അനന്തരം അദ്ദേഹം കൽപ്പിച്ച പ്രകാരം മുഴുവൻ ഉറുമ്പുകളടക്കം അതിന്റെ പുറ്റി ചുട്ടുകരിച്ചു. അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് മോചനം നൽകി. ആ ഉറുമ്പിനെ മാത്രം കൊന്നാൽ മതിയായിരുന്നു. അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ഒരാളെ ഉറുമ്പ് കടിച്ചാൽ ആ പ്രദേശത്തുള്ള ഉറുമ്പിനെ മൊത്തം കൊല്ലാൻ കൽപ്പിക്കുന്ന ഒരു മതം, ഒരു ദൈവം, ഈ നന്മയൊക്കെ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോ അതുപോലെ ചെയ്യാൻ കഴിയുമോ എന്നാണ് ഞാൻ പ്രാഥമികമായിട്ട് ചോദിക്കുന്നത്. വളരെ ഗൗരവമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് ഞാൻ ഇതാണ് പറഞ്ഞത്. നിങ്ങൾ അവിടെ പറഞ്ഞു നീ ബഹളം വെക്കരുത് കേട്ടോ. നിങ്ങൾ അവിടെ പറഞ്ഞു ഇനി ഞാൻ പറയാം. നീ കേക്ക്. നിന്റെ കയ്യിൽ ഇപ്പൊ നിന്റെ വാലും തുമ്പും ഒന്നും ഇല്ലല്ലോ. വാലും തുമ്പും ഒന്നും ആവശ്യമില്ല. വാലും തുമ്പും ഇല്ലല്ലോ. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ആവശ്യമില്ല. ഇല്ലെങ്കിൽ കേട്ടോ ശരിക്കും കേട്ടോ. ഓക്കെ. ഈ വിശദമായിട്ട്, അതായത് പ്രവാചകന്മാര് നന്മ പഠിപ്പിക്കാൻ വന്നവരാണ്, അല്ലെങ്കിൽ അത്തരം വലിയ മാതൃകയും സംഗതിയൊക്കെ പറഞ്ഞു. ഇതേ ഭാഗത്ത് ഞാൻ പറഞ്ഞ അത് അള്ളാഹുവിന്റെ കാരുണ്യാണെന്ന് പറയുന്നുണ്ട്. ഇല്ലേ? ഉണ്ട്. എന്താ പറഞ്ഞത്? അള്ള കാരുണ്യം കൊണ്ട്. അതായത് എന്തിനാണ് ആ ഉറുമ്പുകളെ മുഴുവൻ കൊന്നത്? ആ കടിച്ച ഒരു ഉറുമ്പിനെ മാത്രം കൊന്നാ പോരായിരുന്നു എന്ന് ചോദിക്കണം അല്ല. അങ്ങനെ ചോദിച്ചില്ല. ഇല്ലേ? വേറെ ഹദീസിലുണ്ട്. ഞാൻ അത് അതിൽ പറയുന്നുണ്ട്. പറഞ്ഞില്ല. എന്തിനാ ഈ മോളിൽ ഈ സഹീഹ് മുസ്ലിമിന്റെ മോളിൽ വേറൊരു ഹദീസിന് അതെന്തിനും ഒളിപ്പിച്ചു വെച്ചാണ്? നീ സഹീഹ് മുസ്ലിം 22:41 പറഞ്ഞിട്ട് സാധനം വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളത്തെ ഭാഗം എന്തിനാ ഒളിപ്പിച്ചു വെച്ചത്? അതിന്റെ മുകളത്തെ ഭാഗം ഏതാ? നീ ഇപ്പൊ ഞാൻ വീഡിയോ നീ കാണിക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞുതരാം, വിശദമായിട്ട് പറഞ്ഞുതരാം. നീ അവിടെ ബഹളം വെക്കരുത്. ഷമീർ ബഹളം വെക്കരുത്. ഷമീറെ ബഹളം വെക്കരുത്. നല്ലോണം ശ്രദ്ധിച്ചിരുന്നു. ഷമീർ ബഹളം വെക്കരുത്. ബഹളം വെക്കരുത്. ഇതൊരു സംസാരമാണ്. ഞാൻ പറഞ്ഞൊരു കാര്യത്തെ വക്രീകരിച്ച് ഷമീർ എടുത്തുണ്ടാക്കിയ ഒരു വക്രീകരണവും നടത്തിയിട്ടില്ല. ഇതെല്ലാം എന്റെ വിഷയം. ഷമീറെ, നീ ഇങ്ങനെ ബഹളം വെച്ചാൽ എങ്ങനെ പരിപാടി നടക്കുക? നീ എന്താ സമ്മതിക്കാത്തതിന്? ഇതെല്ലാം എന്റെ വിഷയം. ഇതാണ്. ഇവിടെ നിന്നാണ് വിഷയം തുടങ്ങുന്നത്. തുടങ്ങുന്നതാണ്. പക്ഷെ ഇത് നിങ്ങൾ പിന്നെ മാറ്റി പറഞ്ഞില്ല. അതാണ് എന്റെ വിഷയം. ഇതെന്താ നിന്റെ പ്രശ്നം? ഞാൻ പറയട്ടെ, കേട്ടോ. ഒന്ന്, ഈ വീഡിയോ ക്ലിപ്പിൽ ഈ വിഷയത്തിലേക്ക് വരുന്നതിന്റെ മുമ്പ് നീ കാണിച്ച കൃത്രിമങ്ങളെ കുറിച്ച് പറഞ്ഞുതരാം. ഒന്ന്, ഇതിന്റെ വീഡിയോ ക്ലിപ്പില് നീ ഇതിന്റെ ടൈറ്റിലും ഡേറ്റും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തു. അതായത് ഇത് എവിടുന്നാന്ന് ഇനി ആൾക്കാർ നോക്കിയാൽ കിട്ടരുത്. അതാണ് ഒന്നാമത്തെ ഉദ്ദേശം. രണ്ടാമത്തത്, വെയിറ്റ് ഷമീറെ, ഞാൻ പറയട്ടെ. ഷമീറെ പറയട്ടെ. രണ്ടാമത്തത് ഇതിനകത്ത് 2 ഹദീസ് ഉണ്ട്. അതിലെ മുകളത്തെ ഭാഗത്തെ ഹദീസിന്റെ അവിടെ നീ വലിയ അക്ഷരത്തിൽ സഹീഹ് മുസ്ലിം എന്ന ആ ഭാഗം പൂർണ്ണമായിട്ട് മറച്ചു വെച്ചു. അത് ഞാൻ നമ്പറാ കൊടുത്തത്. മതിയല്ലോ. IPH നമ്പർ അല്ല ഞാൻ കൊടുത്തത്. ഈ മുസ്ലിമിൽ ആളുകൾക്ക് തിരഞ്ഞാൽ കിട്ടുന്ന നമ്പറാ ഞാൻ കൊടുത്തത്. മുസ്ലിമിൽ ആൾക്കാർക്ക് തിരഞ്ഞാൽ കിട്ടണല്ല, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ, അതെന്തിനാ നീ മറച്ചു വെച്ചത്? സ്ക്രീനിൽ കളിക്കുന്ന IPH പുസ്തകമാണ്. ആയിക്കോട്ടെ, ആളുകൾ ഞാൻ എടുത്ത ബുക്കിന്റെ റെഫറൻസ് എന്തിനാ നീ മറച്ചു വെച്ചത്? എവിടെ മറച്ചു വെച്ചു? പിന്നെ ഞാൻ അതൊന്നും ഉദ്ദേശിച്ചിട്ട് മറച്ചു വെച്ചിട്ട് എന്ത് ഉദ്ദേശം മറച്ചു വെച്ചാലും സ്ക്രീനിൽ കാണില്ലല്ലോ. നോക്കട്ടെ. എന്നാ നോക്ക്. അത് ഞാൻ കൊടുത്ത റെഫറൻസ് എന്തിനാ? ഞാൻ അവിടെ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട് ആ വീഡിയോയില്. അതിൽ കാണിക്കുന്നുണ്ട്, ഹദീസ് നമ്പറും കാണിക്കുന്നുണ്ട്. ഹദീസ് നമ്പർ എത്ര? ഹദീസ് നമ്പർ 1500. ഇത് എന്താ പറയാ സംഭവം? ഞാൻ കൊടുത്ത റെഫറൻസ് അല്ലേ പിന്നെ നീ കൊടുക്കേണ്ടത്, അല്ലാതെ നീ വേറൊരു ഹദീസ് അല്ലല്ലോ കൊടുക്കേണ്ടത്. ഞാനൊരു റെഫറൻസ്, ഒരു മിനിറ്റ്, ഞാനൊരു ഹദീസ് റെഫറൻസ് മലയാളത്തിൽ, ഷമീറെ കേക്ക്, ഞാനൊരു ഹദീസ് റെഫറൻസ് സ്ക്രീനിൽ അതിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് ഞാൻ കൊടുക്കുമ്പോ ആ സംഭവം അല്ലേ നീ ഹൈലൈറ്റ് ചെയ്യേണ്ടത്? അതല്ല ഹൈലൈറ്റ് ചെയ്ത്. ഈ പുസ്തകത്തില്, അതായത് ഞാൻ കാണിച്ചത് സഹീഹ് മുസ്ലിമിന്റെ മലയാളത്തില് ഇവിടെ അച്ചടിച്ച് പബ്ലിഷ് ചെയ്യുന്ന പുസ്തകത്തിലെ സഹീഹ് മുസ്ലിമിൽ നിന്നുള്ള
ഒരു പേജാണ്. അതിലിങ്ങനെ 2000 ഒരു മിനിറ്റ് പറയട്ടെ, അതിൽ 2241 ഒരു ഹദീസ് തന്നെ അല്ല. ഇല്ലല്ലോ. ഇല്ല. അപ്പൊ ഞാൻ അവിടെ കൊടുത്ത ഹദീസ് നമ്പർ അണക്ക് വീഡിയോയിൽ കാണാലോ. ആ ഹദീസ് തന്നെയാണ്. ആ ഹദീസ് നമ്പർ ആളുകൾക്ക് കാണുകയും അതിന്റെ മുകളിൽ ഒരു ഹദീസും കൂടി ഉണ്ട്. 2 ഹദീസ് ചേർന്നാണ് ആ ഹദീസ്. ഈ 2 ഹദീസും അവിടെ വിശദീകരിക്കുന്നുണ്ട്. ഉറുമ്പിന്റെ ഹദീസോ? ആ 2 ഹദീസ് താഴെ മുകളിൽ 2 ഹദീസ് ഉണ്ട്. ഷമീറെ വെറുതെ കളിയാക്കിച്ചിരിക്കല്ലേ, കൃത്രിമമാണ്. ഇങ്ങനെയാണ് ഷമീറെ നോണ പടച്ചുണ്ടാക്കിയത്. ഇനി കേട്ടോ, ഒരു മിനിറ്റ്, ഇനി വിഷയത്തിലേക്ക് വരട്ടെ. ഉറുമ്പിനെ കൊല്ലൽ പറഞ്ഞിട്ട് ആകെ ഒരു ഹദീസേ ഉള്ളൂ. ഞാൻ അയച്ചുതരാം, ഒറ്റ മിനിറ്റ്. വിഷയത്തിലേക്ക് വരട്ടെ. കളവ് പറഞ്ഞു പോകുന്നത്. നിങ്ങൾ എനിക്ക് അയച്ചു തന്ന അതേ സാധനം അങ്ങോട്ട് തന്നെ അയച്ചുതരാം. എനിക്ക് നിങ്ങൾ അയച്ചു തന്നതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ടോ. അപ്പൊ അത് എനിക്ക് സ്ക്രീൻഷോട്ട് എന്റെ അടുത്ത് ഉണ്ട് അല്ലേ? അപ്പൊ എനിക്ക് അറിയാം ആ ടൈറ്റിൽ ഏതാണെന്ന്. എന്നാ അതുകൂടി പറയാം. ആ സ്ക്രീൻ റെക്കോർഡ് ഇതിപ്പോ എന്റെ അടുത്തും കിട്ടിയില്ലേ? ഇടിച്ചോ? അതാ അതാ അയച്ചു. ഉറുമ്പിനെ കൊല്ലൽ, അതാണ് ഹദീസിന്റെ ടൈറ്റിൽ. അവിടെ 2 ഹദീസ്. അതിന്റെ മുകളിലും ഹദീസ് ഉണ്ട്. അതിന്റെ മുകളിൽ ഗൗളിയെ കൊല്ലലുണ്ട്. അത് ഗൗളിയെ കൊല്ലണം. അതുണ്ടേ, അതും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ. ആയിക്കോട്ടെ. കാരുണ്യമാണ്, ദൈവത്തിന്റെ കാരുണ്യം ചർച്ച ചെയ്യല്ലേ ഷമീറെ? അതിന്റെ താഴെ പൂച്ചയെ കൊല്ലലുണ്ട്. പൂച്ചയെ കൊല്ലലോ? കൊന്നാലെന്നാണ്. പൂച്ചയെ കൊന്നാലുണ്ട്. അതന്നെ, എലിയെ കൊന്നാൽ, എലിയെ കൊല്ലുന്നത് സംബന്ധിച്ച്, അല്ലെ ഗൗളിയെ കൊല്ലൽ, പാമ്പിനെ കൊല്ലൽ, മൃഗങ്ങളെ വെള്ളം കുടിപ്പിക്കൽ, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ആയിക്കോട്ടെ, അത് ബന്ധമുണ്ട്, പറഞ്ഞുതരാം. ഇനി കേട്ടോ. ഞാൻ അവിടെ പറയാണ്, അതായത് പാമ്പിനെ ഗൗളിനെ കൊന്നാല്, ഒരു ഗൗളിയെ ഒറ്റയടിക്ക് കൊന്നാല് സ്വർഗത്തിൽ പോകും അല്ലേ? സ്വർഗത്തിൽ പോകുന്നു. പിന്നെ ആരാ പറഞ്ഞു സ്വർഗത്തിൽ പോകും? അതിന് കൂലി എന്താ നമുക്ക് നോക്കാം. അബൂ ഹുറൈറയിൽ നിന്ന് നബി പറഞ്ഞു, ഗൗളിയെ 1ാമത്തെ അടിക്ക് തന്നെ കൊല്ലുന്നവന് ഇന്ന നന്മകളുണ്ട്. ശരിയാ, സ്വർഗമല്ല, നന്മയാണ്. അതിന് പല വിശദീകരണങ്ങളുണ്ട്. കൊല്ലുന്നവന് ഒരു മിനിറ്റ് പറയട്ടെ. എന്തിനാ നീ ഇങ്ങനെ കിടന്ന് അവിടെ പിടയ്ക്കണത്? ഞാൻ അതൊന്ന് പറയട്ടെ. ഇത് ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടല്ലേ പറയണേ. കാരുണ്യവാനായ ദൈവമായിരുന്നിരിക്കണം സംസാര വിഷയം. കേട്ടോ അവിടേക്ക് വരാ. എന്താ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കേട്ടോ. ഗൗളിയെ കൊല്ലലാണ് അതിന്റെ മുകളിലത്തെ ഹദീസ് അവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അത് നീ മറച്ചു വെച്ചു തന്ത്രപരമായിട്ട്. പോട്ടെ, ഉണ്ട്. ചെറിയ ഭാഗമല്ലേ ഉള്ളൂ. മതി. അത് നോക്ക്. അതാ അടിക്ക് പല്ലിയെ കൊല്ലുന്നവന് 100 നന്മ രേഖപ്പെടുത്തും. 2ാമത്തെ അതിൽ കുറവ്, 3ാമത്തേന് അടിക്ക് കൊല്ലുന്നവൻ അതിനേക്കാൾ കുറവ്. ഒരടിക്ക് കൊന്നു കഴിഞ്ഞാല് അതില്ലേ അവിടെ മുകളില്? ഇഞ്ചിഞ്ചായിട്ട് കൊല്ലല്ലേ അതിന്റെ മുകളിൽ ഇല്ലേ ആ സാധനം? ഇവിടെ യൂട്യൂബിൽ നീ മറച്ചു വെച്ചത് എന്തിനാന്ന്? നീ ഇപ്പൊ ഞാൻ ഈ ഭാഗം ഞാൻ ഇപ്പൊ ഈ വീഡിയോ കാണിക്കുമ്പോ ഞാൻ കാണിക്കാം. യൂട്യൂബിൽ വെറുതെ ഒന്ന് അടിച്ചു നോക്കാം, പല്ലിയെ കൊല്ലുക എങ്ങനെ. യൂട്യൂബിന് ഈ ബഹളം ഒരുപാട് മരുന്ന് ഇറങ്ങിയത്, പല്ലിയെ കൊല്ലാനുള്ള ഒരുപാട് മരുന്ന്. ഷമീറെ അവിടേക്കൊക്കെ വരാം. നീ ഇങ്ങനെ ഇപ്പൊ തന്നെ പഠിച്ചാൽ എങ്ങനെ? അതായത് നീ ഒരു വീഡിയോയിൽ നിന്ന് ഒരു സ്ക്രീൻഷോട്ട് റെക്കോർഡ് ചെയ്യുന്നു. എന്നിട്ട് അതില് ഏത് ദിവസം, ഏത് റൂമിൽ, ഏത് ടൈറ്റിൽ നടന്ന ചർച്ചകൾ എന്ന ഭാഗം കേൾക്ക് ഷമീറെ. നുണയന്മാരും കള്ളത്തരം കാണിക്കുന്നവരോടും അവരോട് സന്ധിയില്ല, മാന്യതയില്ല കേട്ടോ. നീ കാണിച്ചത് വൃത്തികേടാണ്. പറഞ്ഞുതരാം, നീ കേൾക്ക്. നീ ഇപ്പൊ ഇത് തീർക്കണ്ട, നമുക്ക് ഇന്ന് തീരുമാനാക്കേണ്ടത്. ഞാൻ റെഡിയാണല്ലോ. അപ്പൊ എന്നാ വെയിറ്റ് ചെയ്യുന്ന കേട്ടോ. എന്നിട്ട് ആ വീഡിയോയുടെ ടൈറ്റിലും ബാക്കി കാര്യങ്ങൾ ക്രോപ്പ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 ഹദീസുകൾ ഞാൻ സ്ക്രീനിൽ കാണിച്ചതിൽ ഒരു ഹദീസ് പൂർണ്ണമായും മറച്ചു കളയുന്ന രീതിയിൽ ഒരു വൈറ്റ് സാധനമൊക്കെ വെച്ചിട്ട് നീല ബോർഡർ ഒക്കെ കൊടുത്ത് അവിടെ സഹീഹ് മുസ്ലിം 2241 ഒരു ഹദീസിന്റെ പ്രധാനപ്പെട്ട ഭാഗം അവിടെ ഉണ്ട്. അവിടെ വെയിറ്റ്, ഞാൻ പറയട്ടെ. ഷമീറെ, ഇത് ഞാൻ സംസാരിച്ച ഒരു വിഷയമാണ്. അതിൽ നിന്ന് നീ കട്ട് ചെയ്തെടുക്കുന്നതല്ല നിന്റെ കൊല്ലുന്ന കാര്യം. ആ ഹദീസ് വായിച്ചിട്ട് അതിന് നേരെ ഓപ്പോസിറ്റ് ഷമീറെ, അതാണ് ഞാൻ സംസാരിച്ചത്. പറയട്ടെ, അതിലേക്കാണ് വരുന്നത്. നീ അവിടെ നിൽക്ക്. നീ ഇങ്ങനെ പഠിച്ചാൽ എങ്ങനെ ഷമീറെ? നിങ്ങൾ പഠിക്കല്ലേ? ഞാനല്ലേ വിശദീകരിക്കണം, നീ എന്താ കേൾക്കാത്തത്? നീ എന്റെ വിശദീകരണല്ലേ വേണ്ടത് നിനക്ക്? ഞാൻ പറഞ്ഞു തരാം. നുണ പടച്ചുണ്ടാക്കുന്നവരോട് ഒരു സന്ധിയും ഇല്ല. പറഞ്ഞു തരാം എങ്ങനെയാ നിങ്ങൾ ആളുകളെ പറ്റിക്കുന്നത്. ബുദ്ധിമുട്ടാ. നീ കേൾക്ക്. നീ എന്നെ വിളിച്ചല്ലേ, നീ ചോദിച്ചു. നീ എന്റെ അടുത്ത് പുറകെ വന്ന് മേടിക്കുന്നതാണ്. അതുകൊണ്ട് നീ കേട്ടിരിക്കും. കേൾക്ക് ഷമീറെ, കേൾക്ക്. അല്ലാതെ നമുക്ക് വേറെ ഒരു രക്ഷയില്ല. കഥ പറയല്ലേ, കൃത്യം പറഞ്ഞുതരാം കേട്ടോ.
അതായത് ഇതിനെ ഉറുമ്പിനെ കൊല്ലൽ എന്ന് പറയുന്നത് ഉറുമ്പിനെ കൊല്ലൽ എന്ന ടൈറ്റിലിൽ നടന്ന ചർച്ചയല്ല. ടൈറ്റിൽ എന്റെ കുട്ടി നിങ്ങൾ പറഞ്ഞ കാര്യമല്ല ഇവിടെ കേൾപ്പിച്ച് 40 സെക്കൻഡിന്റെ പുറത്ത് 10 സെക്കൻഡിലല്ല ഞാൻ പറഞ്ഞ കാര്യമല്ല അവസാനം പറഞ്ഞു നിർത്തണ്ട്. ഞാൻ പറഞ്ഞ കാര്യമല്ല നീ നിർത്തുക. കേട്ടോ ഷമീറെ, കേട്ടോ ഇനി ഇതിനിടയിൽ കയറരുത് കേട്ടോ. എങ്ങനെയാണ് നിങ്ങൾ ആളുകളെ, അതായത് വിശ്വാസികളെ വഞ്ചിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഒരു കാര്യത്തില് തെറ്റ് കാര്യം പറയട്ടെ. നീ എന്താ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? മനസ്സിലായോ? ഞാൻ പറയുന്നത് ആൾക്കാർ കേൾക്കുന്നത് ബുദ്ധിമുട്ടുണ്ടോ? അവിടെ നിക്ക്, ഞാൻ അവിടെ നിക്കല്ല, ഞാൻ ഇത് പറയട്ടെ. നീ കാണിച്ച വൃത്തികേടും കൃത്രിമവും ആദ്യം പറയട്ടെ, എന്നിട്ട് നീ അതിന് മറുപടി പറ. നീ അത് എന്തിനു ചെയ്തു എന്നതിന്റെ വിശദീകരണം പറ. ഞാൻ പറഞ്ഞു തരാന്നേ. അതില് ഞാൻ കേട്ടോ, ഇജ്ജ് പറഞ്ഞിട്ടില്ല, ഞാൻ പറയട്ടെ എന്നിട്ടല്ല ഞാനോട് ചോദിക്കട്ടെ. വിരുദ്ധത മൊത്തം ആളുകളെ കേൾപ്പിക്കാൻ അവിടെ നിൽക്ക് ഷമീറെ, കേൾക്കേണ്ടി വരും. ഞാൻ പറയുന്നത് മൊത്തം തന്നെ കേൾപ്പിക്കേണ്ടത്, അല്ലാതെ നിനക്ക് തോന്നുന്ന പോലെ കട്ടുമുറിച്ചിട്ടല്ല കേൾപ്പിക്കേണ്ടത്. പറഞ്ഞു തരാം. വെയിറ്റ് ഷമീർ, ഷമീർ ശ്വാസം മുട്ടും, കുഴപ്പമില്ല. കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇപ്പൊ ലിയാഖത്ത് കാര്യത്തിലേക്ക് വാ, കാര്യത്തിലൊക്കെ വരുന്ന മറുപടി എന്റെ വൈക്കോലുണ്ടൊക്കെ മാത്രല്ല മറുപടി. ലിയാഖത്ത് ഇപ്പം വൈക്കോല് നീ ഉണ്ടാക്കിയത് എങ്ങനെയെന്ന് ഞാൻ ആദ്യം പറയട്ടെ, എന്നിട്ട് ഷമീർ പറ. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ആണെന്ന് പറ. ഞാൻ പറഞ്ഞത് നീ ചെയ്തിട്ടില്ലെങ്കിൽ പറയണേ. അതിന് മറുപടി ഉണ്ടോന്നാ ഞാൻ ചോദിക്കുന്നത്. അത് പറയും, അതല്ലേ പറയണത്. കഥ പറയാണ്. നീ ഉണ്ടാക്കുന്ന വൈക്കോലുണ്ടയുടെ പുറകെ വരലല്ല എന്റെ പണി എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ബഹളം ഉണ്ടാക്കരുത്. ഇനി ബഹളം ഉണ്ടാക്കരുത്. ബഹളം ഉണ്ടാക്കുന്നത് പരാജയത്തിന്റെ ലക്ഷണാണ്. നീ എന്നോട് ചോദ്യം ചോദിക്കാൻ വന്നു, ഞാൻ അത് വിശദീകരിക്കുമ്പോ നീ മിണ്ടാതിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിന്റെ കള്ളത്തരം പിടിച്ചതിലുള്ള വൈക്ലബ്യാണ് നാട്ടുകാർ മനസ്സിലാവും. അതുകൊണ്ട് നേരെ കേട്ടോ. അപ്പൊ എന്താ നിന്റെ പ്രശ്നം? ഞാൻ ഈ കാര്യം വിശദീകരിക്കുന്നതിൽ എന്റെ വീഡിയോയിൽ നിന്ന് നീ മുറിച്ചെടുത്ത വീഡിയോയിൽ നീ ക്രോപ്പ് ചെയ്ത് പ്രധാനപ്പെട്ട ഭാഗം വേറെ ഒരു സ്റ്റിക്കർ വെച്ച് മറച്ച് കള്ളത്തരം പടച്ചുണ്ടാക്കിയിട്ട് അതിന്റെ പുറകെ മാത്രല്ല ആ വിഷയത്തിൽ ആ ചർച്ചയുടെ ടൈറ്റിൽ ഉറുമ്പിനെ കൊല്ലൽ ആയിരുന്നില്ല, അല്ലല്ലോ? ആ വിഷയത്തിന്റെ ടൈറ്റിൽ ഉറുമ്പിനെ കൊല്ലലായിരുന്നോ? അതിന്റെ ആവശ്യമില്ലല്ലോ. അല്ല. അപ്പൊ അപ്പൊ എന്തായിരുന്നു വിഷയം? എന്തിനെ കുറിച്ചാണ് സംസാരിച്ചത്? എന്താണ് ഈ ഹദീസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞത്? നീ കേൾപ്പിച്ചല്ലോ. ഇനി അവിടെ നിൽക്ക്. ഇനി കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ. ഇങ്ങനെയാണ് നീ ഇതിൽ നിന്ന് ഈ പീസ് അടർത്തി കൊണ്ടുപോകുന്നത്. അതായത് അടർത്തിയെടുക്കുന്ന വീഡിയോയിൽ നിന്ന് ടൈറ്റിലും ഡേറ്റും മാറ്റിവെച്ച് അതേ വിഷയത്തിലുള്ള മറ്റൊരു ഹദീസ് മറച്ചു വെച്ച്, ഞാൻ സംസാരിച്ച വിഷയത്തിലുള്ള മറ്റൊരു ഹദീസ് ആളുകൾ കാണാതിരിക്കാൻ മറച്ചു വെച്ച് ഞാൻ കൊടുത്ത റെഫറൻസ് എഴുതുന്നതിന് പകരം വേറെ ഒരു റെഫറൻസ് നമ്പർ അവിടെ കൊടുത്ത് കൃത്രിമം കാണിച്ച് ഉണ്ടാക്കിയെടുത്ത വീഡിയോ ക്ലിപ്പിൽ നിന്നാണ് പല്ലിയെ കൊല്ലാൻ പഠിപ്പിച്ച പടച്ചോനും ദൈവവും എന്ന് പറയുന്ന ഭാഗം നീ കേൾപ്പിച്ചത്. ഓക്കെ, ഇനി നീ ആ കേൾപ്പിച്ച ഞാൻ അതില് കൃത്യമായിട്ട് ആ ചർച്ച കേട്ട ആളാണ്. ആ ചർച്ച കേട്ടിട്ട് ആ സംഭവത്തിൽ നിങ്ങൾ പറഞ്ഞ ആ ഭാഗം ഞാൻ എന്ത് ചെയ്ത് കട്ട് ചെയ്തെടുത്ത്, എന്നിട്ട് ഈ ഹദീസ് നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങളാണ് എനിക്ക് ആ ഫോട്ടോ അയച്ചത്. അതിൽ ആ ഹദീസ് ഏതാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ സെർച്ച് ചെയ്തപ്പോൾ സഹീഹ് മുസ്ലിമിലുണ്ട്, അതേപോലെ സഹീഹ് ബുഖാരിയിലൊക്കെ ഈ ഹദീസ് ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഈ സഹീഹ് മുസ്ലിമിൽ നിങ്ങൾ കൊടുത്തത് IPH ആണല്ലോ, അപ്പൊ ആ സഹീഹ് മുസ്ലിം എന്നാണ് അവർക്ക് കിട്ടിയത്. അതിന്റെ ഹദീസ് നമ്പറാണ് ഞാൻ അവിടെ കൊടുത്തത്. ഓക്കെ, ഇനി മറ്റേത് എന്തിനു മറച്ചു വെച്ച്? ആ വിഷയം ഞാൻ അവിടെ സംസാരിച്ചില്ല, പിന്നെ എനിക്ക് എന്തിനാ മറച്ചു വെച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞുതരാം കേട്ടോ, എന്താ കുഴപ്പമെന്ന് ഞാൻ പറഞ്ഞുതരാം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചും ഇസ്ലാം പഠിപ്പിക്കുന്ന കാരുണ്യത്തിലെ വൃത്തികേടിന്റെ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. അതായത് ഒരു ഉപകാരമില്ലാത്ത ജീവികളെ കൊല്ലാനും കൊല്ലരുതെന്നും പറയാനുള്ള ന്യായങ്ങൾ മതം പഠിപ്പിക്കുന്നതിന്റെ പരിഹാസ്യതയാണ് വിഷയം. ഓക്കെ, അപ്പൊ ഇത് പറയുന്ന കൂട്ടത്തില് ഇത് മാത്രമല്ല, പല്ലിയെ കൊല്ലാൻ കാരണമായിട്ട് പറയപ്പെടുന്നത് ഇബ്രാഹിം നബിയെ തീക്കുണ്ടത്തിലിട്ടപ്പം പിന്നെ ബാക്കി എല്ലാ ജീവികളും ഇത് ഊതിക്കെടുത്താൻ ശ്രമിച്ചപ്പോ പല്ലി വന്ന് ഇത് ഊതി കത്തിക്കാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിലാണ് പല്ലിയെ കൊല്ലുന്നതൊക്കെ നമ്മളെ വിശ്വാസികൾക്കിടയിൽ കഥയുണ്ട്. ഞാൻ പറയട്ടെ ഷമീറെ, ഈ ഹദീസിലുള്ള ഈ ഉറുമ്പിനെ കൊല്ലുന്നതിന്റെ തൊട്ട് മുമ്പിലുള്ള ഹദീസില് അബൂ ഹുറൈറയിൽ നിന്ന് നബി പറഞ്ഞു, ഗൗളിയെ ഒന്നാമത്തെ അടിക്ക് തന്നെ കൊല്ലുന്നവന് ഇന്ന നന്മകളുണ്ട്, രണ്ടാമത്തെ അടിക്ക് കൊല്ലുന്നവന് ഒന്നാമത്തേതിന്റെ അത്ര ഇല്ലാത്ത നന്മകളുണ്ട്, അതായത് ഒന്നിനേക്കാൾ കുറവ്, മൂന്നാമത്തെ അടിക്ക് കൊല്ലുന്നവന് രണ്ടാമത്തേതിനേക്കാൾ കുറഞ്ഞ ഗുണമുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ ആദ്യത്തെ അടിക്ക് പല്ലിയെ കൊല്ലുന്നവന് 100 നന്മ രേഖപ്പെടുത്തും, രണ്ടാമത്തേതിന് അതിന്റെ കുറവും, മൂന്നാമത്തെ അടിക്ക് കൊല്ലുന്നവന് അതിനേക്കാൾ കുറവും രേഖപ്പെടുത്തും.
ഇത് ഇതിൽ ദൈവം പഠിപ്പിച്ച കാരുണ്യം എന്താണ് അതൊന്ന് പറഞ്ഞിട്ട് ഞാൻ ഉറുമ്പിന്റെ കഥയിലേക്ക് പറഞ്ഞുതരാം. ഈ ഭാഗമാണ് ഏത് പല്ലിയാ? ഈ ഭാഗമാണ് ഏത് സ്റ്റിക്കർ പല്ലി? ഒട്ടിച്ച് മറച്ചത്. ഏതാണ് ആ പല്ലി? ഏതാണ് പല്ലി ഇജ്ജ് പറഞ്ഞു? ആ അന്ന് ആ മരുഭൂമിന്റെ ആ സ്ഥലത്ത് വിഷ ജന്തുവായിട്ടുള്ള ഒരു പല്ലിയുണ്ട്. എവിടുന്ന് ആ പല്ലി എവിടുന്ന് എനിക്ക് വിശദീകരണം കിട്ടിയത്? അത് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞു. ഈ ആയിഷ ബീവി ഒരു കുന്തൊക്കെ എടുത്തേക്കലുണ്ടെന്ന് പറഞ്ഞ പല്ലിനെ കൊല്ലാൻ വേണ്ടിട്ട്. എവിടെ കുന്തോ? ഈ ഒരു ചെറിയ സാധനത്തിന് കൊല്ലാന് വലിയ കുന്തോ? കുന്തോ? ആയിഷ ബീവി കുന്തെടുത്ത് വെച്ചോ? ആ പല്ലിനെ കൊല്ലാൻ. അതാ ഞാൻ ചോദിച്ചേ, ചെറിയൊരു പല്ലിനെ കൊല്ലാൻ പറഞ്ഞല്ലോ. നീ പറ ഏതാണ് പല്ലി, ഏതാണ് ഹദീസ്? ആ കുന്തത്തിന്റെ ഹദീസ് എന്ന് പറഞ്ഞേ. ഹദീസ് നമ്പർ ഞാൻ നോക്കട്ടെ, ഒറ്റ മിനിറ്റ് നോക്കിട്ട് പറഞ്ഞു. അർജന്റില്ല, ഞാൻ ഉറുമ്പിലേക്ക് വരാം. ഓക്കെ, നോക്കി പറഞ്ഞാൽ മതി. ഉറുമ്പാണല്ലോ പ്രശ്നം. ഓക്കെ, ഇനി നീ ആ കേൾപ്പിച്ച ഭാഗം ഒന്നുകൂടി കേൾപ്പിച്ചേ, ആളുകൾക്കൊക്കെ വ്യക്തത വരട്ടെ. ഓക്കെ, ഞാൻ ഇതൊന്ന് നിർത്തട്ടെ എന്നിട്ട് നീ അത് കേൾപ്പിക്കുക, ആ ഉറുമ്പിനെ കൊന്ന കഥ. നീ അത് ഞാൻ പറഞ്ഞ ഭാഗം മാത്രമായിട്ട് കേൾപ്പിക്കാൻ എൻ്റെ വഴിയുണ്ടോ? നിന്റെ തഫ്സീർ ഇല്ലാതെ? ഞാൻ ആ ക്ലബ് ഹൗസ് ചർച്ചയിൽ 40 സെക്കൻഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ 40 സെക്കൻഡ് ഒന്നിച്ച് കേൾപ്പിക്കാൻ എൻ്റെ മാർഗമുണ്ടോ? ആ ഭാഗം മാത്രം 40 സെക്കൻഡ്. അതിന്റെ ഇടയിൽ കൂടിയുള്ള എന്റെ വിരകല് വേണ്ട. ആ ഞാൻ പറയണ ഭാഗം ഒറ്റ സ്ട്രെച്ചിൽ കേൾപ്പിക്കേ. ഇത് ഞാൻ പറഞ്ഞുതരാം. നമ്പർ എടുത്താട്ടെ. ഉറുമ്പിനെ വിട്ടോ? ഉറുമ്പ് അടക്ക്. ഇത് എന്തായാലും പറഞ്ഞില്ലേ, അതും കൂടി കേൾപ്പിച്ചു തരാം. എന്നാലല്ലേ ഇപ്പൊ നമുക്ക് ഒന്നുകൂടി ഇത് സുനൻ ഇബ്നു മാജ. നീ പ്രധാന വിഷയത്തിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടോ? നീ പണക്കുന്ന സമയം പോലെ എടുത്താൽ മതി, ഒരു അർജന്റും ഇല്ല. വേറെ തനക്ക് ഹദീസ് നമ്പർ ഉള്ളത് ഞാൻ വേറെ തരാം. എന്തിനാ കഷ്ടപ്പെടണേ? ആയിക്കോട്ടെ, എനിക്കത് തെരഞ്ഞിട്ട് കിട്ടണില്ലേ? ഞാൻ ഒരു ഹദീസ് നമ്പർ പറയാം, അതെടുത്തോ. സുനൻ മുസ്ലിം 1572 sunna.com എടുത്തോ. സുനൻ ഇബ്നു മാജ 32-31. എത്രയാണ്? ഒരാൾ 32-31. ഒരാൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, നിങ്ങൾ കയ്യിലുള്ള ഈ ചെറിയ കുന്തം എന്തിനുള്ളതാണ്? ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു, ഞങ്ങൾ ഇതിനെ പല്ലികളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പല്ലികളെ കൊല്ലാൻ കൽപ്പിച്ചു. കാരണം ഇബ്രാഹിം നബിയെ തീയിലിട്ടപ്പോൾ അത് ആളിക്കത്താൻ പല്ലി ഊതുകയുണ്ടായിരുന്നു. അടിപൊളി. ഞാൻ പറഞ്ഞതിനും കൂടി തെളിവ് കൊടുന്നു. വെരി ഗുഡ്. അപ്പൊ ഇതിന് ഒരു കുന്താണ് പറഞ്ഞത്. നിക്ക് കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ. പല്ലിയെ കൊല്ലാൻ കുന്ത ഉപയോഗിച്ചു എന്നാണ് പറയണത്. അതിന്റെ അടിസ്ഥാനത്തിൽ നീ തീരുമാനിക്കുകയാണ് പല്ലി വലുതായിരുന്നു, ദിനോസറിനെ പോലെ ആയിരുന്നു. പല്ലി ദിനോസറിനെ പോലെ ഒന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെ എന്തായാലും അത്യാവശ്യം വലുപ്പമില്ലാത്ത ഒരു പല്ലിനെ കുന്തം കൊണ്ട് എന്തായാലും ആയിഷന്റെ പ്രായം എത്രയായിരുന്നു അറിയാം എനിക്ക്? നമ്മളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോഴേ പറഞ്ഞുതരാം കേട്ടോ ഷെമിറെ, നമ്മളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോഴേ അമ്പും വില്ലും ഉണ്ടാക്കി കളിക്കും. അതില് അമ്പും വില്ലും ഒക്കെ എങ്ങനെയാന്ന് വെച്ചാൽ, വില്ല് എന്ന് പറഞ്ഞാൽ നമ്മളെ വലിയ ഈർക്കിളി നീളത്തിൽ വെച്ചിട്ട് നമ്മൾ കെട്ടും. എന്നിട്ട് അതിന് ഒരു കുഞ്ഞു ഈർക്കിളി വെച്ചിട്ട് നമ്മൾ വില്ല് കൊലക്കും, അല്ല അമ്പായിട്ട് ഉപയോഗിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ആ ചെറിയ പ്രായത്തിൽ അതൊക്കെ വലിയ അമ്പും വില്ലുമാണ്. എന്നതുപോലെ ഈ 10 വയസ്സും 12 വയസ്സുള്ള ആയിഷനെ സംബന്ധിച്ച് ഒരു ചെറിയ കമ്പും അല്ലെങ്കിൽ ചെറിയൊരു ഇരുമ്പിന്റെ എന്തെങ്കിലും സാധനമൊക്കെ അത് വലിയ കുന്തായിരിക്കും. അതൊന്നല്ല, ബാക്കിയുള്ളവരല്ലേ ചോദിക്കുന്നത്. ആര് ചോദിക്കുന്നത്?
എന്ത് ചോദിക്കുന്നത് ഇതിലെവിടെ? ഇതിലിപ്പോ ഈ പറഞ്ഞ പല്ലി ഹലാക്കിന്റെ പല്ലിയായിരുന്നു, വിഷമുള്ള പല്ലി. എന്തൊക്കെ എവിടെ കിട്ടി? അല്ല, ഇതൊക്കെ എവിടെ നിനക്ക് കിട്ടിയത്? നീ എവിടെ കൊടുക്കുന്നത്? പല്ലി ഇബ്രാഹിം നബിയെ തീയിലിട്ടപ്പോ, ഇബ്രാഹിം നബിയെ തീയിലിട്ടപ്പോ പല്ലിയെ ഊതിയ പല്ലിയാണ്, അതുകൊണ്ടാണ് കൊല്ലുന്നത്, അതുകൊണ്ടാണ് കൂലി നിശ്ചയിച്ചതെന്ന് ഞാൻ പറഞ്ഞപ്പോ അങ്ങനെയൊന്നും വിശ്വാസികൾക്കിടയിൽ ഇല്ല എന്ന് പറഞ്ഞ് ഇപ്പം ഇബ്നു മാജന്ന് തെളിവ് വായിച്ചു. അങ്ങനെയല്ല ഞാൻ ഇനി ഈ പല്ലിനെ, അതായത് ആയിഷ നബി എന്ന് ലിയാക്കത്ത് പറഞ്ഞു നബി എന്നുള്ള തെളിവ് വയ്ക്കരുത് കേട്ടോ. എന്റെ ഈ പല്ലിവാലൊക്കെ എന്റെ കയ്യിൽ വെച്ചാൽ മതി. ഇനി കേട്ടോ, ഈ മണ്ടത്തരം എന്നൊക്കെ പറഞ്ഞാൽ എത്ര ആഴത്തിലുള്ളതാണെന്നും നുണ പടക്കുമ്പോ എങ്ങനെ അബദ്ധം പറ്റുന്ന ഞാൻ പറഞ്ഞുതരാം. ആയിഷ ബീവി കുന്തം കൊണ്ടാണ് പോലും പല്ലീനെ കൊന്നിരുന്നത്. ആ പല്ലീനെയാണ് ഒറ്റ മുടിഞ്ചലിന്, ഒറ്റ അടിക്ക് കൊന്നാല് അള്ള കുറെ സ്വർഗം തരാന്ന് പറഞ്ഞത് അല്ലേ ഷമീറെ? കുല്ലം കൊണ്ട് കൊല്ലാവുന്ന വിഷജീവിയായിട്ടുള്ള വലിയ പല്ലീനെ ഒറ്റ അടിക്ക് കൊന്ന കൂലി കൊടുക്കാന്ന് പഠിച്ച ഈ കുന്തം കൊണ്ട് ഇതൊക്കെ ആരോടെ ഷമീറെ പറയണത്? ഇനി നീ പറഞ്ഞല്ലോ, നീ ഹദീസില് അത് വിഷജീവിയായിരുന്ന വലിയ പല്ലിയായിരുന്നു, അത് ഭയങ്കര ഭീകരമായിട്ടുള്ള പല്ലിയായിരുന്നു ഒക്കെ എവിടെ തെളിവ്? നീ ഇപ്പൊ വായിച്ചില്ല എന്താ ഉള്ളത്? എവിടെ? കുന്തം കൊണ്ട് ഒരു ചെറിയ എന്ത് കുന്തം കൊണ്ടാ കൊന്നീന്ന് പറ. അവിടെ കുന്തന്നാണുള്ളത്. കുറച്ച് വലിപ്പമുള്ള ഒരു വടിയായിരിക്കും. ഏതാണ്? എത്ര പറഞ്ഞ നീ ഹദീസ്? നമുക്ക് ഒന്നുകൂടി വായിക്കാം ഹദീസ്. നടക്കുന്നതൊക്കെ തീരുമാനമൊക്കെ തന്നിട്ട് 32-31. ഒരു മിനിറ്റ്, ഞാനൊന്ന് സ്ക്രോൾ ചെയ്ത് അവിടെ എത്തട്ടെ. ഒരു മിനിറ്റ്. 32-31. എന്നിട്ടെന്താ? ഹൗസ് ലിസാർഡ് എന്നാണ് പക്ഷെ 32-29 പറഞ്ഞത് ഷമീറെ. ആയിക്കോട്ടെ, വീട്ടിലൊക്കെ കാണുന്ന പല്ലി, വീട്ടിലൊക്കെ വരുന്നതാണ്. അവരെ ഹൗസ് ലിസാർഡ് എന്ന് പറഞ്ഞാൽ എന്താ നിനക്ക്? നമ്മളെ വീട്ടിൽ ഈ ചുമരിലൊക്കെ പറ്റി പിടിച്ച് നിൽക്കുന്ന പറഞ്ഞുതരാം, അറേബ്യയിലുള്ള സാധനമാണ്. അറേബ്യത്തെ വീടുത്തെ പല്ലി വേറെ. എന്തായാലും ഹൗസ് ലിസാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടില് എന്ന് ആ പല്ലി ഏതാ? അതിന്റെ ഫോട്ടോ അയച്ചാ എനിക്കറിയോ ഫോട്ടോ? കേട്ടോ, ഹൗസ് ലിസാർഡ് വിത്ത് വൺ ബ്ലോ എന്ന് പറഞ്ഞ എന്താ? ഒറ്റടി എന്ന് പറഞ്ഞാ ഒരു മുടിഞ്ചലായാലും മതി, വിരലിങ്ങനെ വെച്ചിട്ട് ഒരൊറ്റ മുടിഞ്ചല്. വിൽ ഹാവ് സച്ച് ആൻഡ് സച്ച് റിവാർഡ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ വളരുന്ന അല്ലെങ്കിൽ വീടില് ഹോം ലിസാർഡ് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, ഇനി നീ പറഞ്ഞ ഹദീസിലേക്ക് വരാം. ഓ മദർ ഓഫ് ബിലീവേഴ്സ്, വാട്ട് ഡു യു വിത്ത് ദിസ്? ഷീ സെഡ്. അപ്പൊ ചോദിക്കാണ് എന്തിനുള്ളതാണെന്ന്. അപ്പൊ പല്ലിനെ കൊല്ലാനുള്ളതാണെന്ന് പറഞ്ഞു. ഇതിൽ എവിടെയാണ് വലിയ പല്ലി, വിഷമുള്ള പല്ലി എന്നൊക്കെ എവിടെ നിന്നിട്ട് എനിക്ക്? അതല്ലേ ഞാൻ പറഞ്ഞത്, ഹദീസിലില്ലാന്ന്. ഇത് ഉപദ്രവകാരി ആയോണ്ടല്ലേ ഹദീസിലില്ലാന്ന്. ഇത് ഉപദ്രവകാരിയായ പല്ലിയാണെന്നൊന്നും ഹദീസിലില്ലേ. പല്ലി ചെയ്ത ഉപദ്രവം എന്താന്ന് ആ ഹദീസിൽ തന്നെ ഉണ്ട്. താനും എന്താണ്? കറിയിലൊക്കെ വീണ് കഴിഞ്ഞാൽ ഇത് നമ്മള് കഴിച്ചു കഴിഞ്ഞാൽ എന്താവും? ഷമീറെ, പല്ലീനെ എന്തുകൊണ്ട് കൊല്ലാൻ കൽപ്പിച്ചു അതേ ഹദീസിൽ ഇല്ല ഷമീറെ. അതൊരു കാരണം മാത്രമാണ് പറഞ്ഞത്. ആ കാരണം മാത്രമേ ഉള്ളൂ. വേറെ ഏതാ കാരണം? ഈ ഇപ്പൊ പറഞ്ഞ വിഷമാണ്, ഭക്ഷണത്തിൽ വീണ പ്രശ്നമാണ്, ഈ കാരണം എനിക്ക് എവിടുന്ന് കിട്ടി? അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ വലിയ ഈ കുന്തം കൊണ്ടൊക്കെ കുത്തി കൊല്ലേണ്ട പല്ലി കുഞ്ഞി മൺകലത്തിൽ ഉണ്ടാക്കണ ഭക്ഷണത്തിന്റെ ഉള്ളിൽ വീഴുവോ ഷമീറെ? ഭക്ഷണത്തിൽ കേറുവോ? വീഴുവോ? ചാൻസ് ഇല്ലേ? ബിരിയാണി ചെമ്പിലൊക്കെയാണ് ആവാ. എന്തൊക്കെ ഈ പറയണത്? ഒന്നാണ്ട് കണക്ട് ആയി കിട്ടണല്ലോ ഷമീറെ. എന്താ വി കിൽ ദീസ് ഹൗസ് ലിസാർഡ് എന്ന് അതിലും കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഹൗസ് ലിസാർഡ് ആയിക്കോട്ടെ. ഹൗസ് ലിസാർഡ് വീട്ടിൽ വളർന്ന പതി. ഫോർ ദ പ്രോഫറ്റ് ഓഫ് അല്ലാഹ് ടോൾഡ് us that. ഒരു മിനിറ്റ് നിക്ക്. പല്ലീനെ കൊല്ലേണ്ട കാരണം ആയിഷ ബീബി പറഞ്ഞിട്ടുണ്ട്. ഷമീർ ബഹളം വെക്കല്ലേ പ്ലീസ്. ആയിഷ ബീവി എന്തുകൊണ്ടാണ് ആ പല്ലിനെ കൊല്ലണെന്ന് പറയുന്നുണ്ട്. അത് ഈ വിഷമായതുകൊണ്ടാണെന്ന് കഞ്ഞിൽ വീഴുന്ന് പേടിച്ചിട്ടൊന്നല്ല. പക്ഷെ ആയിഷ ബീവി പറഞ്ഞു കൊടുക്കണം എന്താണ്, ഞങ്ങൾ ഈ പല്ലി വീട്ടിൽ വളർത്തണ വീട്ടിലുള്ള ഈ പല്ലികളെയൊക്കെ കൊല്ലും ഈ സാധനം കൊണ്ട്. എന്തിന്? നബി പറഞ്ഞ കാരണം കൊണ്ട്. എന്താ നബി പറഞ്ഞത്? ടോൾഡ് us that when Ibrahim was thrown into the fire there was no beast on the earth that did not try to put it out apart from the house lizard that blow in it. അതാണ്.
അപ്പൊ ആ ഇബ്രാഹിം നബീനെ എങ്ങനെയെങ്കിലും തീക്കുണ്ടത്തുനിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി എല്ലാ ജീവികളും ശ്രമിക്കണമെങ്കിൽ പല്ലി ഈ തീക്കുണ്ടത്തിന്റെ അടുത്ത് ഇത്തിരുന്ന ഊതായിരുന്നു പോലും ഈ ആളി കത്തിക്കാൻ വേണ്ടിയിട്ട്. ആ കാരണം കൊണ്ടാണ് സോ ദ മെസഞ്ചർ ഓഫ് അള്ളാഹ് കമാൻഡഡ് ദാറ്റ് ദേ ഷുഡ് ബി കിൽഡ്. അക്കാരണം കൊണ്ട് നബി പല്ലീനെ കൊന്നാൽ കൂലി ഉണ്ട് എന്ന് കൽപ്പിച്ചു. ഇതിൽ ഇജ്ജ് പറഞ്ഞ വലിയ പല്ലിയില്ല, വിഷവുമില്ല, അത് പിന്നെ വേറെന്തെങ്കിലും കാരണം കൊണ്ടുമല്ല, ഭക്ഷണം വീഴുന്നുള്ള പേടിയുമല്ല. കാരണം ഇബ്രാഹിം നബിയുടെ തീയിലിട്ടപ്പോ തീക്കുണ്ടം ഊതി കത്തിക്കാൻ ശ്രമിച്ചു എന്ന കുറ്റത്തിനാണ് പല്ലിയെ ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാരൊക്കെ കൊന്ന കൂലി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത്. ഈ അന്ധവിശ്വാസത്തെയാണ് അവിടെ ചോദ്യം ചെയ്യുന്നത്. ഇനി നീ ഉറുമ്പിലേക്ക് ഇനി നിക്ക് ഷമീറെ, ഞാൻ ഒരു ഹദീസ് കൂടി വായിച്ചുതരാം. ആ ഹദീസും കൂടി നീ വായിക്കേ. ആ ഹദീസ് 22:51 ഒരു മിനിറ്റ് കേട്ടോ. കറുത്ത പട്ടികളെ കൊല്ലാനേ നബി കൽപ്പിച്ചിട്ടുണ്ട്. 1572 സഹീഹ് മുസ്ലിം. ഒന്ന് വായിച്ചേ. Allah's messenger ordered us to kill dog and we carried out this order so much so that we also killed the dogs coming with a woman from the desert. Then Allah's apostle forbade the killing. He said, it is your duty to the jet black dog having 2 spot on for it is a devil. അപ്പൊ കറുത്തതിന്റെ മുകളിൽ 2 വെളുത്ത പുള്ളിയുള്ള പട്ടികളെ കറുത്ത പട്ടികളെ കൊല്ലാൻ പറഞ്ഞു. കാരണമല്ല, കറുത്ത പട്ടികൾ പറഞ്ഞ പിശാചാണ്. ഈ കാരണം കൊണ്ട് കറുത്ത പട്ടീനെ കൊല്ലാൻ പറഞ്ഞു. നബി പറഞ്ഞു. ഓക്കെ, കറുത്ത പട്ടി പിശാചാണല്ലോ അല്ലെ, ആയിക്കോട്ടെ. എന്റെ വീടിന്റെ മുമ്പിൽ ഒരു കറുത്ത പട്ടിയുണ്ട്, 2 വെള്ള പുള്ളിയുണ്ട് അതിന്റെ മേലില്. ഞാൻ അതിനെ കാണുമ്പോൾ എന്റെ കയ്യിലുള്ള ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അതിനെ കാണുമ്പോൾ നല്ലോണം വാലാട്ടോടെ നിൽക്കും. അതിന്റെ കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നു, 2-3 കുട്ടികൾ. ഞാൻ അതിലേക്ക് ഫുഡ് കൊടുക്കുന്ന വീഡിയോ ഒക്കെ എന്റെ കയ്യിലുണ്ട്. ഓക്കെ, ഇനി ഞാൻ ആ ഉറുമ്പിന്റെ കേസിൽ അപ്പൊ ഇതൊക്കെ വിശദീകരിക്കാണ് കേട്ടോ. നമ്മള് അള്ളാഹു ഓരോരോ ജീവികളെ കൊല്ലാനും കൊല്ലാതിരിക്കാനും പറഞ്ഞ കാരണങ്ങളൊക്കെ അതിന്റെ പരിഹാസ്യത വിശദീകരിക്കായിരുന്നു ആ വീഡിയോയിൽ. ആ കൂട്ടത്തിൽ വായിച്ച ഒരു ഹദീസാണ് ഈ മറച്ചു വെച്ച ഹദീസ്. നമ്മൾ പല്ലിയുടെയാണ്, അതിന്റെ താഴെയുള്ള ഹദീസാണ് ഈ ഉറുമ്പിന്റെ. ഇനി അതൊന്ന് വായിക്കും. ഇനി അതൊന്ന് ഞാൻ പറഞ്ഞ ഭാഗം മാത്രം ഒന്ന് കേൾപ്പിക്കാൻ എൻ്റെ അടുത്ത് ഇപ്പൊ സാധനം ഉണ്ടോ? ആ 40 സെക്കൻഡ് ഈ കട്ട് മുറിച്ചത് കഴിച്ചിട്ട് ബാക്കി കേൾപ്പിക്ക്. ഭയങ്കര കാരുണ്യമാണ്. അതിനെ തൊട്ടുള്ള ഹദീസാണ്. അവിടുന്ന് പറഞ്ഞു, പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകൻ ഒരു മരച്ചുവട്ടിൽ വിശ്രമിച്ചാനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഒരു ഉറുമ്പ് കുത്തി. അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹത്തിന്റെ യാത്രാ സാമഗ്രികൾ അവിടെ നിന്ന് എടുത്തു മാറ്റി. അനന്തരം അദ്ദേഹം കൽപ്പിച്ച പ്രകാരം മുഴുവൻ ഉറുമ്പുകളടക്കം അതിന്റെ ചുറ്റു വലിച്ചു. അള്ളാഹു അദ്ദേഹത്തെ മോചനം നൽകി. ആ ഉറുമ്പിനെ മാത്രം കൊന്നാൽ മതിയായിരുന്നു. അത് അള്ളാഹുവിന്റെ കാരുണ്യാണ്. കേട്ടല്ലോ ഒരു മതം, ഒരു ദൈവം, ഈ നന്മയൊക്കെ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ അതുപോലെ ചെയ്യാൻ കഴിയുന്ന എന്നാണ് പ്രാഥമികമായിട്ട് ചോദിക്കുന്നത്. ഗൗരവമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് ഞാൻ മതി. കേട്ടു, മനസ്സിലായി. ഷമീർ കേട്ടോ, ഇനി ഷമീർ കേട്ടോ. നമ്മള് പല്ലീനെ കൊന്ന കഥയും വായിച്ചു, പട്ടീനെ കൊല്ലാൻ കൽപ്പിച്ചതും വായിച്ചു. എന്നതിന് ശേഷം അതിന് താഴെ വേറൊരു സംഭവം ഒരു ഹദീസിൽ നിന്ന് വിശദീകരിക്കുകയാണ്. അവിടെ ഇസ്ലാം അല്ലെങ്കിൽ അള്ളാഹു ഉറുമ്പിനെ കൊല്ലാൻ പഠിപ്പിച്ച മതമാണ്, ഇസ്ലാം ഉറുമ്പിനെ കൊല്ലാൻ പഠിപ്പിച്ച മതമാണ്, അള്ളാഹു അങ്ങനെ കൽപ്പിച്ചു എന്ന് ലിയാക്കത്ത് നുണ പറഞ്ഞു എന്നത് നീ സൃഷ്ടിച്ചുണ്ടാക്കിയ നുണ മാത്രമാണ്. ഇങ്ങനെയാണ് നുണ സൃഷ്ടിച്ചുണ്ടാക്കിയത്. കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ. ഈ രീതിയിലാണ്, അതായത് ഒരു ലോജിക്കും ഇല്ലാത്ത ഓരോരോ ന്യായം പറഞ്ഞിട്ട് ജീവികളെ കൊല്ലുന്നതിനെ ന്യായീകരിക്കുന്ന ഒരു കാരുണ്യം. ഈ കാരുണ്യത്തിൽ ഈ ഹദീസ് വായിക്കുന്നിടത്ത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഒരു മുൻ പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകന്റെ പേരില്ല ഇവിടെ. ആ പ്രവാചകൻ ഒരു മരച്ചോട്ടിൽ വിശ്രമിക്കുമ്പോൾ ആ പ്രവാചകന്റെ ദേഹത്ത് ഒരു ഉറുമ്പ് കുത്തി. ആ ഉറുമ്പിനെ കുത്തിയ ദേഷ്യത്തിൽ ഒരു പ്രവാചകൻ അവരുടെ സാധനങ്ങളൊക്കെ അവിടുന്ന് മാറ്റിവെച്ച് ആ ഉറുമ്പിൻ കൂടിന് തീയിട്ടു. ഇതാണ് പ്രവാചകനായി നിയോഗിച്ച ഒരാളുടെ സഹിഷ്ണുത, ഒരാളുടെ കാരുണ്യം.
ഒരു മിനിറ്റ്, ഹദീസിലുള്ളതാണ്. എങ്ങനെ? ഹദീസിലുള്ളതാണ്. ഹദീസിലുള്ളതാണ്. കളിപ്പിച്ചു എന്നാണ്. എങ്ങനെ? കൽപ്പിച്ചു എന്നാണ് അതിലുള്ള ഹദീസിൽ. ആ ഇട്ടു എന്നല്ല. ആയിക്കോട്ടെ, ഉറുമ്പിൻ കീനോട് കൽപ്പിച്ചു. ആ അപ്പോ തീയിടാൻ കൽപ്പിച്ചു എന്നാണ്. ആരോട്? അനുചരന്മാരോട് കൽപ്പിച്ചു. അത് ചെയ്തിട്ടില്ലേ? അപ്പോഴാണ് എന്ത് ബോധനം നൽകിയത്. ചെയ്തിട്ടുണ്ട് അവിടെ ഹദീസില്. ഹദീസ് ഒന്ന് വായിച്ചാ? ഹദീസ് ഒന്ന് വായിക്കേ. നിങ്ങൾ വായിക്കേ. നിങ്ങളല്ലേ പറഞ്ഞേ, വായിക്കേ. നിങ്ങളല്ലേ കട്ടുമുറിക്കണം. അപ്പൊ ആ ഭാഗമൊക്കെ ഞാൻ വായിച്ച ഭാഗം നീ എവിടെ കേൾപ്പിക്കാത്ത എന്താ? അതും നീ കട്ട് ചെയ്തു അല്ലേ? ഈ ആള് മുതലാണ് കേട്ടോ ഷമീറെ. ഞാനിവിടെ കട്ട് ചെയ്ത് എന്തേ വായിച്ചു? ആ ചുട്ട് കരിച്ചു അതിനകത്തില്ല. ഉറുമ്പ് കൂട് അങ്ങനെ എടുക്കുക. അവിടെ നിന്ന് എടുത്തു മാറ്റി അനന്തരം ആ കൽപ്പിച്ച പ്രകാരം മുഴുവൻ ഉറുമ്പുകളടക്കം അതിന്റെ പുറ്റ് ചുട്ട് കരിച്ചു എന്നാണ് അതിൽ. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഓക്കെ, ഇതല്ലാത്ത അപ്പൊ എന്താ അർത്ഥം? ഇതല്ലാത്ത ഹദീസിൽ കാണാം അവര് കൽപ്പിച്ചു നിർദ്ദേശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഷമീറ, ഞാൻ വായിച്ച ഹദീസില്, സഹീഹ് മുസ്ലിമിന്ന് ഞാൻ വായിച്ച ഹദീസില് അങ്ങനെ പ്രവാചകന്റെ നിർദ്ദേശം അനുസരിച്ച് അനന്തരം അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം മുഴുവൻ ഉറുമ്പുകളടക്കം അതിന്റെ പുട്ട് ചുറ്റ് കരിച്ചു എന്നില്ലേ? ഇല്ലേ? ഉണ്ട്. അപ്പൊ ഒരു പ്രവാചകന്റെ ലോജിക്കാണ് വർക്ക് ചെയ്യണതാണ് ഞാൻ അവിടെ വിശദീകരിക്കുന്നത്. ഒരു പറയട്ടെ ഷമീറെ, പറയട്ടെ. ഇത് കേട്ടിട്ട് ഇജ്ജ് പോയാൽ മതി. ഞാൻ പറഞ്ഞുതരാം, കേട്ടോ. ഒരു ദൈവം പ്രവാചകനായി നിയോഗിച്ച ഒരു മനുഷ്യൻ, അയാൾ മരച്ചോട്ടില് ഉറുമ്പ്, ഞാൻ ഇതൊക്കെ വിശദീകരിക്കുന്നുണ്ട് ആ വീഡിയോയില്. ആ ഭാഗം കട്ട് ചെയ്ത് ഞാൻ കിട്ടിയിട്ടില്ലല്ലോ, ആ വീഡിയോ കിട്ടിയിട്ടില്ലല്ലോ. വെയിറ്റ് ചെയ്യേ എന്തെങ്കിലും ഞാൻ പറയട്ടെ. അത് കണ്ടുപിടിക്കാതിരിക്കാനാണല്ലോ ഈ നുണ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇതിന്റെ സോഴ്സ് ഒക്കെ കട്ട് ചെയ്ത് കളയുന്നത്. സോഴ്സ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു, നീ മുറിച്ച് കളഞ്ഞു. നീ സോഴ്സ് തന്നിട്ടില്ല, പീസ് അടർത്തി എടുത്ത് നിന്റെ ഇനി ഇത് വിശദീകരിക്കുക. ഇനി ഈ ഹദീസ് എന്താന്ന് ഇനി ഈ ഹദീസ് വിശദീകരിച്ച കണക്ക് നിങ്ങൾ കേൾക്ക്. നശിപ്പിച്ചു, കൃത്രിമം കാണിച്ചു, ഓട്ടിമാട്ടി എല്ലാ പരിപാടിയും ചെയ്തു. ഇനി ഈ ഹദീസ് ഞാനൊന്ന് പറയട്ടെ ഷമീറെ, ഈ ഹദീസ് ഞാനൊന്ന് വിശദീകരിക്കട്ടെ. ഞാൻ ഷമീറെ ഈ ഹദീസ് ഞാനൊന്ന് വിശദീകരിക്കട്ടെ. ഞാനിപ്പോ ഒരു ഉറുമ്പിനെ കൊല്ലാൻ കൽപ്പിച്ച ദൈവം അള്ളാഹു എന്നൊക്കെ പറഞ്ഞതാണല്ലോ എന്റെ വലിയ പ്രശ്നം. മതം എന്ന് നിങ്ങൾ പറഞ്ഞോ? മതം എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിക്കുന്ന എന്തോ അതന്നെയല്ലേ മതം അല്ലേ? അപ്പൊ പിന്നെ അള്ളാഹു എന്ന് പറഞ്ഞാലും പ്രവാചകൻ എന്ന് പറഞ്ഞാലും, ഇനി ഉറുമ്പിനെ ചുട്ടുകൊല്ലാൻ കൽപ്പിച്ച ദൈവം, പ്രവാചകൻ, മതം, ഇതല്ലേ പറഞ്ഞ പ്രശ്നം. ഈ മൂന്ന് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരാം, വെയിറ്റ് ചെയ്തോ. ഓക്കെ, ഇവിടെ ഒരു ഉറുമ്പ് ഉള്ള സ്ഥലത്ത് പോയിട്ട് ആ പാവപ്പെട്ട ജീവികൾ, ഒരു ഉറുമ്പ് ഒരു മരത്തിന്റെ ചോട്ടിൽ കൂട് കൂട്ടി അവിടെ പുറ്റുണ്ടാക്കി താമസിക്കുമ്പോൾ പുറ്റ് പോലും ശ്രദ്ധിക്കാതെ അവിടെ പോയി മൂടും കുത്തിയിരുന്ന പ്രവാചകന്റെ ബോധം ഒന്ന് ആലോചിച്ച് നോക്കുക, സാധന സാമഗ്രിയൊക്കെ വെച്ചിട്ട്. എന്നിട്ട് ആ ഉറുമ്പിൻ കൂട്ടിൽ പോയിരുന്ന ഉറുമ്പ് കടി കൊള്ളും എന്നുള്ളത് ഏത് സാമാന്യ ബുദ്ധിക്കും അറിയാം. നമ്മളൊക്കെ ഉറുമ്പ് കടിക്കും. ചിലപ്പോൾ നമ്മളെ കടിക്കുന്ന വേദനയിൽ ചിലപ്പോൾ ആ കയ്യിൽ ആ ചൊറിയുന്ന ഭാഗത്ത് ആ കടിയുള്ള വേദത്ത് നമ്മൾ വരുത്തുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ആ കടിച്ച ഉറുമ്പ് അല്ലെങ്കിൽ അതിന്റെ അപ്പുറപ്പുള്ള ഉറുമ്പൊക്കെ ചാവും. അത് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന റിയാക്ഷനാണ്. അതിന് പകരം ഈ പ്രവാചകൻ ഉത്തരവിടുകയാണ്, അവരെ സാധനങ്ങളൊക്കെ മാറ്റി ആ ഇന്ന ഒരു ഉറുമ്പ് കടിച്ചു, അതുകൊണ്ട് ഈ ഉറുമ്പും കൂടിന്റെ പുറ്റ് ഉൾപ്പെടെ കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രവാചകൻ ഉത്തരവിട്ടു. ഇട്ടില്ലേ? ഉത്തരവിട്ട പ്രവാചകൻ, ശരിയല്ലേ? കറക്റ്റല്ലേ? ഓക്കെ. എന്നിട്ട് അള്ളാഹു അണിഞ്ഞപ്പോ എന്റെ പ്രശ്നം. അപ്പൊ അള്ളാഹ് ആയത്തിറക്കി കൊടുത്തു, അല്ലെ? അള്ളാഹ് ഉദ്ബോധനം കൊടുത്തു, അങ്ങനെയൊന്നും ചെയ്യരുത്, അതൊക്കെ മോശാണ്. അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യം അവിടെ വന്നു. എന്താണ് കാരുണ്യം വന്നത്? എന്തിനാണ് എല്ലാത്തിനെയും കൊന്നത്? ആ ഒരു ഉറുമ്പിനെ മാത്രം കൊന്നാ മതിയായിരുന്നില്ലേ എന്നാണ് അള്ളാഹ് ബോധനം കൊടുത്തത്, അല്ലേ? അപ്പൊ അള്ളാഹ് കൊല്ലാൻ കൽപ്പിച്ചില്ലേ? ആ കടിച്ച ഉറുമ്പിനെ കൊന്നാ മതി. ഉറുമ്പിനല്ലാതെ പിന്നെ മൊത്തത്തിൽ നശിപ്പിക്കരുതെന്നല്ലേ പറഞ്ഞേ? ഉറുമ്പും കൂട്ടി പോയിരുന്നാല് നിങ്ങൾ അള്ളാഹു എത്ര ചെറുതാണ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അള്ളാഹുവിനേക്കാൾ ചെറുതാവാണ് ഷമീറെ. നമ്മൾ ഉറുമ്പിൻ കൂട്ടിൽ ഞാൻ പറയാം, അവിടെ ഞാൻ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അവിടെ ഞാൻ വിശദീകരിച്ചു, അതൊക്കെ നീ കട്ട് ചെയ്ത് കളഞ്ഞതാണ്. അതൊക്കെ നീ കട്ട് ചെയ്ത് കളഞ്ഞാണ് ഷമീറെ. എടുത്തോണ്ട് വാ ഷമീറെ.
എടുത്തോണ്ട് ആ വരുന്നത് എടുത്തോണ്ട് വാ, നിങ്ങളാണ്. ഒറിജിനൽ നിങ്ങൾ വീഡിയോ എടുത്തോണ്ട് വാ. മുക്കിയിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ വേണ്ട, കൊണ്ടുവാ. ഞാൻ ഇപ്പൊ വിശദീകരിച്ചു തരാണ് കൈ. ഞാൻ പറഞ്ഞതിൽ എന്താ തിരുത്താളെന്ന് എന്നിട്ട് ജീനോട് പറഞ്ഞോ, കുഴപ്പമില്ല. ആ തിരുത്താളെ എപ്പോ എന്നാ പറഞ്ഞില്ലേ? പറഞ്ഞോ, അതിപ്പോ പറയാം. ഞാൻ ഇത് നിങ്ങൾ പറഞ്ഞു അങ്ങനെ തീർക്കട്ടെ, തൊട്ട് മുമ്പേ പറഞ്ഞു ഒരു പറഞ്ഞു ഉറുമ്പ് തീർക്കട്ടെ, കടിച്ചാൽ പറഞ്ഞു അടക്ക് തീർക്കട്ടെ. നിക്ക് എന്നിട്ട് അള്ള ഉത്ബോധനം ഓടല്ലേ? കൊടുക്കാണ്. അള്ള ഉത്ബോധനം കൊടുക്കുന്ന എന്താ, എന്തിനാണ് എല്ലാ ഉറുമ്പിനെയും കൊന്നത്? ആ കടിച്ച ഒരു ഉറുമ്പിനെ കൊന്നാ പോരായിരുന്നില്ലേ എന്ന്. അതും ഈ ഹദീസിലില്ലേ? അതല്ലേ ഞാനിപ്പോ അല്ല, പറഞ്ഞത്. അതും ഹദീസിലില്ലേ ഒരു ഷമീർ? ഉറുമ്പ് കടിച്ച ആ ഉറുമ്പിനെ മൊത്തത്തിൽ കൊല്ലാൻ ഹദീസിലുണ്ടോ ഷമീറെ? പാടില്ലാന്നല്ലേ പഠിപ്പിച്ചു കൊടുത്തേ? അതും ഈ ഹദീസിലുണ്ടോ? അല്ലേ ഉണ്ട് എന്നല്ലേ പറഞ്ഞേ? ആ, അപ്പൊ ഒരു ഉറുമ്പ് കടിക്കുമ്പത്തിന് ഉറുമ്പിനെ കൊല്ലാൻ കൽപ്പിച്ച മതം, അള്ളാഹു, ദൈവം, ഇതിലെന്താ പെശക്? ഇപ്പൊ അങ്ങനെ ആയോ? എന്താ പെശക് നീ പറയും? ഞാൻ അവിടെ പ്രവാചകൻ എന്ന് ഉദ്ദേശിച്ചു, ദൈവം എന്ന് വന്നു, അത് നാക്കുപിഴയാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അള്ള എന്താ ഉത്ബോധനം കൊടുത്ത ഷമീറെ? തിരിച്ചു പറഞ്ഞെന്താ? ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പ്രവാചകന്റെ കുറ്റമായിരുന്നു. പിന്നെ നിങ്ങൾ തിരിച്ചു അത് ദൈവമാണ്, അത് പടച്ചോൻ അല്ലെങ്കിൽ ദൈവം എന്നാണ് ആ സെന്റൻസിൽ വന്നത്. മതം അങ്ങനെ അത് മാത്രമേ തെറ്റുള്ളൂ. അങ്ങനെ ഒരു ഹുക്കുമുണ്ടോ? എങ്ങനെ? ഒരു ഉറുമ്പ് കടിച്ചാൽ എല്ലാ ഉറുമ്പിനെ കൊല്ലാൻ ഹുക്കുമില്ലേ? ഇപ്പൊ ഈ അള്ള പറഞ്ഞ ഹുക്കും ബാധകമാണെങ്കിൽ ഇല്ലേ? അതല്ല, അത് സ്വാഭാവികമായിട്ടുള്ള കാര്യല്ലേ. ഒരു ഉറുമ്പ് കടിച്ചാൽ കൈ കൊണ്ട് ചൊറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ആ ഉറുമ്പ് കടിച്ചാൽ ഉറുമ്പിനെ കൊല്ലാൻ, ആ ഉറുമ്പിനെ കൊല്ല എന്നുള്ളതല്ലാതെ മൊത്തത്തിൽ ഉറുമ്പിനെ കൊല്ലുകയാണോ? ആ ഉറുമ്പിനെ കൊല്ലണം എന്ന് ഇവിടെ പറഞ്ഞത്. ആ ഉറുമ്പിനെ കൊല്ലണം എന്നതാ, ആ ഉറുമ്പിനെ മാത്രം കൊന്നാൽ മതിയായിരുന്നല്ലോ. അതാണല്ലോ ചോദ്യം. അത്രയും ഉറുമ്പിനെ എന്തിനെ നശിപ്പിച്ചു എന്നാ ചോദിച്ചേ? അത് അള്ളാഹുവിന്റെ കാരുണ്യാണെന്ന് ഞാൻ അവിടെ തന്നെ പറയണേ, ജി കേൾപ്പിച്ചില്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ മതത്തിൽ അങ്ങനെ ഒരു ഷമീറെ അന്റെ ഒരു നിഷ്കളങ്കനല്ലേന്ന് വിചാരിച്ചിട്ട് തന്നെ വിട്ടുവരുന്നുള്ള പ്രശ്നമാണ്. അതായത് ഈ പറഞ്ഞ ഭാഗത്ത് ഇനി ഒന്നുകൂടി കേൾപ്പിക്കുക, ആ ഭാഗം നീ ഒന്നുകൂടി കേൾപ്പിക്കുക, തീരുമാനമാക്കിട്ട് ഒന്നുകൂടി കേൾപ്പിക്കുക. നീ ഒന്ന് കേൾപ്പിക്കുക ഷമീറെ. ചോദ്യം നീ എല്ലാത്തിനും ഉത്തരായി ഇതില്. ഒന്നുകൂടി കേൾപ്പിക്കേ ഷമീർ. കയ്യോടെ പിടികൂടിയപ്പോ ഞാൻ തിരുത്തിയതാണോ അല്ലേ നമുക്ക് അപ്പൊ തീരുമാനമാക്കാം. നീ ഒന്നുകൂടി കേൾപ്പിക്കാതെ. ഇത് നിങ്ങൾ തിരുത്തി പറഞ്ഞല്ലേ? ഒന്നുകൂടി ഞാൻ എന്തിനാ തിരുത്തിയ ഞാൻ പറഞ്ഞുതരാം ഷമീർ. ഒന്നുകൂടി കേൾപ്പിക്കേ ഷമീർ. ആൾക്കാർക്ക് ഇത് മനസ്സിലാവട്ടെ ഷമീർ. നമ്മൾ എന്തായാലും ഇപ്പൊ മെനക്കെടല്ലേ? ശരി, നിങ്ങൾ അവിടെ കേൾപ്പിക്ക് ഷമീർ. അവിടെ നിക്ക്, ഞാൻ കേൾപ്പിച്ചുതരാം. കേൾപ്പിക്ക്, എന്നിട്ട് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഞാൻ പറയണോടത്ത് നിർത്തണം കേട്ടോ. എന്നിട്ട് അവിടെ വിശദീകരണം ചോദിക്കാണ്ട് എന്നോട്. അവിടുന്ന് പറഞ്ഞു, പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകൻ ഒരു മരച്ചുവട്ടിന് വിശ്രമിക്കാനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹത്തിന്റെ യാത്രാ സാമഗ്രികൾ അവിടെ നിന്ന് എടുത്തു മാറ്റി. അനന്തരം അദ്ദേഹം കൽപ്പിച്ച പ്രകാരം മുഴുവൻ ഉറുമ്പുകളടക്കം അതിന്റെ പുലിച്ചു ചുട്ടു കഴിച്ചു. അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് മോചനം നൽകി. ആ ഉറുമ്പിനെ മാത്രം കൊല്ലാൻ മതിയായിരുന്നു. അത് അള്ളാഹുവിന്റെ കാരുണ്യാണ്. നിർത്ത്. അവിടെ ഞാൻ അത് അള്ളാഹുവിന്റെ കാരുണ്യാണെന്ന് പറയുന്നുണ്ട് അല്ലേ ഷമീറെ? നിർത്ത്. ഒരു കാര്യം പറയട്ടെ, അവിടെ ഞാനൊരു സെന്റൻസ് പറയണ്ട്, അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ്. അല്ല, പറയുന്നുണ്ടോ ഷമീറെ? കേട്ടോ, അത് പറയുന്നുണ്ടോ? പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അതുകൊണ്ടാണ് ഞാനത് പറയട്ടെ ഷമീറെ. അതാ ഞാൻ പറയട്ടെ. നീ പറയട്ടെ ഷമീറെ. നീ നമ്മളുടെ അതേ ബുദ്ധിയാണ് എല്ലാവർക്കും വിചാരിക്കരുത്. അതാ പറഞ്ഞത്. ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ എന്താണ് നിന്റെ പ്രശ്നം ഷമീറെ? ഞാൻ പറയട്ടെ. ഇനി നിർത്തിയല്ലോ. ഇനി പറഞ്ഞല്ലോ എന്തുകൊണ്ട് എന്താണ് ഞാൻ തിരുത്തിയത് എന്ന് ഞാൻ പറഞ്ഞു. ഷമീറെ അത് പറയട്ടെ ഷമീറെ. ആരാണ് ഇനി മുണ്ടും പൊക്കി ഓടേണ്ടി വരാൻ? നമുക്ക് ഈ വീഡിയോ ഞാൻ പറഞ്ഞു തീർക്കട്ടെ, എന്നിട്ട് നീ അവിടെ നിക്ക്, ഞാൻ ചോദിക്കട്ടെ. ഇവിടെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആദ്യം തെറ്റ് പറ്റി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നാക്കുപയാണ്. ഓക്കെ, നാക്കുപേയില് നിങ്ങൾക്ക് ആ പ്രവാചകൻ എന്ന് പറയേണ്ട പകരം ദൈവം എന്ന് പറഞ്ഞു. ഓക്കെ, ഈ വീഡിയോ അത് ഞാൻ പറയാതെ തന്നെ മനസ്സിലാവും.
അതായത് അവിടെ നിക്ക്, ഞാൻ അത് പറയട്ടെ, ഞാൻ പറയാതെ ഞാൻ തന്നെ പറയട്ടെ, സാമാന്യ ബുദ്ധിയുള്ള ആൾക്ക് മനസ്സിലാകും അത് ഞാൻ ദൈവം പറയട്ടെ. എന്ന്, പ്രവാചകൻ എന്ന് പറയുന്നതിന് പകരം ദൈവം എന്ന് പറഞ്ഞതാണ് എന്ന്. അത് ഓക്കെ, ഏത് നമ്മളത് സാമാന്യ സമ്മതിച്ചു, ബുദ്ധിക്ക് മനസ്സിലാവും. കാരണം എന്താ ഞാനത് വെച്ചാൽ അതിന്റെ സമ്മതിച്ചു. തൊട്ടു പുറകെ ഞാൻ പറയണ്ട് അത് അള്ളാന്റെ കാരുണ്യാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനത് തന്നെ അത് സമ്മതിച്ചു, മനസ്സിലാവും. ഞാനത് അതായത് ഒരു മിനിമം സമ്മതിച്ചിട്ടുണ്ട്. ബുദ്ധിക്ക്, ഒരു നിങ്ങൾ മിനിമം മിനിമം ബുദ്ധിക്ക് ബുദ്ധി അപ്പൊ ഒന്നും തന്നെ അത് നിങ്ങളല്ല, മനസ്സിലാവും അത് പ്രവാചകനെയാണ് ആളുകളെ അതിൽ ഉദ്ദേശിച്ചത് എന്നുള്ളത്. തെറ്റിദ്ധരിപ്പിക്കാനാണ് നിങ്ങൾ അവിടെ പറഞ്ഞത്. അത് നിങ്ങൾ അത് പിടിച്ചപ്പോ നിങ്ങൾ അത് മാറ്റി പറഞ്ഞു. ഏത് അത് പിടിച്ചു, പോട്ടെ. എപ്പ മാറ്റി പറഞ്ഞു? ഇത് ആ ഷമീറ, ഇത് ആ അപ്പൊ ആ ആ വീഡിയോ തന്നെ ആ ഉള്ളതല്ലേ? പോട്ടെ, അതിന്റെ പിറ്റേന്ന് ഞാൻ ആ ആരിഫ് വീഡിയോയിലുള്ളതല്ലേ? അടക്കമുള്ള നിൽക്ക് ലൈവിൽ നിൽക്ക്, വന്നിനോ ഇത് ദൈവത്തിന്റെ ഈ കാരുണ്യാണ്, കാര്യം ഇത് അള്ളാന്റെ ചോദിച്ചിട്ട്? കാരുണ്യാണ് കേട്ടോ എന്ന് ഞാൻ ആ വീഡിയോ തന്നെ പറഞ്ഞതല്ലേ? അള്ളാന്റെ കാരുണ്യാണെന്ന് പറഞ്ഞിട്ട് ആ പിന്നെ ഹദീസിൽ തെറ്റിദ്ധരിപ്പിക്കാളെ തന്നെ, ആ ഹദീസ് വായിക്കണീന്റെ കൂടെ എന്നിട്ട് പറയാണ് ഞാൻ പറഞ്ഞതല്ലേ? എന്താ ആ ഷമീർ ഞാൻ അള്ളാന്റെ ചോദിക്കണേന് കാരുണ്യം എന്ന് മറുപടി പറയാനൊരു പറഞ്ഞിട്ട്, ബുദ്ധിമുട്ട്? ആ അള്ളാന്റെ കാരുണ്യം എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ന് പറയാണ് ഞാൻ പറഞ്ഞത് എന്ന്. ഷമീർ ഇത് പിടിച്ചോണ്ട് വന്നപ്പോഴാണോ അല്ലേ? ചങ്ങാതി, ഞാൻ പറയുന്നത് അത് നീ മനസ്സിലാവില്ല. ചോദിച്ചിട്ട് നമുക്ക് മനസ്സിലാവും, എനിക്ക് മലയാളം അള്ളാഹുവിന്റെ മനസ്സിലാവില്ല തീരെ. കാരുണ്യമാണ് എന്ന് അള്ളാഹുവിന്റെ പറഞ്ഞിട്ട് കാരുണ്യമാണ് എന്ന് ഞാൻ അവിടെ നിർത്തല്ല പറഞ്ഞത് ആ ചെയ്തത്. ഹദീസ് വായിക്കുന്ന പിന്നെ കൂടെ പറയാണ്, തന്നെയാണോ അല്ലേ? നേരെ വൈരുദ്ധ്യം പറയാണ്. എന്താ പറയണത്? അപ്പൊ അതിനാണ് ഷമീറെ ഇങ്ങനെ സാമാന്യ ബുദ്ധി ദൈവം ഉപയോഗിക്കണം എന്ന് പറഞ്ഞത് കേട്ടോ. സാമാന്യ ബുദ്ധി നിങ്ങൾ മനസ്സിൽ അതാണ് പറഞ്ഞത്, വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അതാണ് കാര്യം പറഞ്ഞത്. പറഞ്ഞിട്ട് കേട്ടോ, ആളുകളെ നീ തെറ്റിദ്ധരിപ്പിക്കല്ല. അവിടെ കേട്ടോ, ആരെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചെന്നൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം. നീ തെറ്റ് പറഞ്ഞ ഇതിലെ പറ്റിയിട്ടുണ്ടെങ്കിൽ കോർ അത് വിഷയത്തിലേക്ക് വരട്ടെ തിരുത്താതെ. ഷമീറെ, കോർ അതൊക്കെ ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ, കോർ വെയിറ്റ് ചെയ്യ്. വിഷയത്തിലേക്ക് തന്നെ വരണേ. ആ അതൊക്കെ വരട്ടെ വരട്ടെ. എന്റെ എന്നിട്ട് വിഷയമൊക്കെ കഴിഞ്ഞു, എന്റെ മൊത്തം കഴിഞ്ഞു പോയി. അല്ലല്ലല്ലല്ലല്ല, ഇത് പറഞ്ഞുതരാം കേട്ടോ. ഇത് എന്റെ ഇനി ഞാൻ ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത്. അല്ലാതെ എന്തെങ്കിലും ഞാൻ കഥ ഇങ്ങനെ എന്താണ് പറഞ്ഞു പോയിട്ട് ഒരു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മണിക്കൂറായി. നിനക്കത് ഒരു ചെറിയ മനസ്സിലാവാത്തത് വിഷയം എടുത്തിട്ട് എന്റെ ഒരു കുറ്റല്ല മണിക്കൂർ ഷമീറെ. വെറുതെ സംസാരിച്ചിട്ട് ആ കാര്യമില്ല. എന്നാ കേട്ടോ, അങ്ങനെയാണെങ്കിൽ എന്നാ നിങ്ങൾ കേട്ടോ. ഈ തെറ്റിദ്ധരിപ്പിക്കണൊക്കെ നമുക്ക് എത്ര മണിക്കൂർ തെറ്റിദ്ധരിപ്പിക്കുന്നത് സംസാരിക്കേണ്ടി ഷമീറെ, വരും? നുണകൾ പടച്ചുണ്ടാക്കുന്ന വഞ്ചിക്കുന്ന ഇടപാടാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒരു സത്യസന്ധമായിട്ട് ഇടപാടില്ല, വിമർശനം ഉന്നയിക്കാനോ തെറ്റായിട്ടാണ്. സത്യസന്ധമായിട്ട് വിമർശനങ്ങളെ നേരിടാനോ കഴിയാത്ത നിങ്ങൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തോൽപ്പിക്കുക എന്ന് പറയും. അതാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്, അതാണ് നിങ്ങൾ അതാണ് ചെയ്തോണ്ടിരിക്കുന്നത്. ചെയ്യുന്നത്. എന്തുകൊണ്ട് കാരണം എത്ര എന്തുകൊണ്ട് ഞാൻ നേരമായി പറഞ്ഞുതരാം, പറഞ്ഞുതരാം ഷമീർ കേട്ടോ. ഒരു ഷമീർ കേൾക്ക്, ഈ ഭാഗം ഒരൊറ്റ എന്താ ഷമീറിന് എന്തൊരു അസ്വസ്ഥത, എന്തൊരു ശ്വാസം മുട്ടലാണ്, എന്താ ഷമീറിന് ശ്വാസം മുട്ടുന്നത്, വെറുതെ കഥ പറയല്ലേ, എന്താ ഷമീറിന് ശ്വാസം മുട്ടുന്നത്? പറഞ്ഞു സൂറത്ത് പോകണ്ടേ? തൗബയും ബക്കറയും മിക്സ് ചെയ്ത ആളുകളെ വഞ്ചിച്ചപ്പോ അതിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഷമീറിന്റെ കാരുണ്യത്തിൽ UA ടീമിന് കൊണ്ടേ കൊടുത്ത ഒരു ഹദീസിന്റെ പൊട്ടലിപ്പത് അതൊക്കെ അല്ലെ? അതിന് മുമ്പേ എന്ത് നടന്ന വൃത്തികേടാണ് വിഷയമല്ലേ? നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ ഈ അതൊക്കെ സമൂഹത്തെ നടന്ന് വഞ്ചിക്കല്ലേ ചെയ്യുന്നത്? ഇനി ഈ എന്തിന് ഹദീസിൽ എന്താ പറഞ്ഞത്? എന്തിനു ഈ ഹദീസിൽ വഞ്ചിക്കണം? എന്താ നിങ്ങൾ പറഞ്ഞത് ഏത് കേട്ടോ? വിഷയം കൊണ്ടുവന്നിട്ട് ഇല്ല ഷമീർ, നമ്മൾ ഇല്ല, ചർച്ച അതൊന്നും ചെയ്യാറുണ്ടോ? നടക്കില്ല. എന്നാ ഷമീർ പറഞ്ഞേ, എന്നിട്ടാണ് ഇത് സൂറത്തുൽ ബക്കറയിലെ, സൂറത്തു തൗബയിലെ വിമർശിക്കുമ്പോ ബക്കറയിലെ 2 വചനങ്ങൾ അപ്പുറം ഒട്ടിച്ചു വെച്ച് വിശ്വാസികളെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലായി നിങ്ങൾ? ഒട്ടിച്ചു വെച്ചിട്ട് പച്ചക്ക് നുണ പറഞ്ഞത് എത്ര കൊല്ലായിട്ട്? കയ്യോടെ പിടിച്ചപ്പോഴല്ലേ അനക്ക് അതിന് രക്ഷപ്പെടാൻ വേണ്ടിട്ടല്ലേ ഈ ഉറുമ്പും കൂടെ കൊണ്ട് പോയത്? എന്നിട്ട് അതിന്റെ അതൊന്നല്ല, ഇത് ഇവര് ആ സമയത്ത് ഷമീറെ, ഒരു വീഡിയോ അത് തുടങ്ങിയതാ. അന്ന് അപ്പോഴാണ് ഞാൻ അന്ന് ഒന്ന് ഷമീർ കൊടുത്തത്. പറഞ്ഞു. ഇനി അല്ലാതെ ഉറുമ്പിന്റെ കൂടിന്റെ കാര്യത്തിൽ തീരുമാനമായില്ലേ? ഇനി ഞാൻ എവിടെ ഇതിന്റെ ലോജിക് തീരുമാനമാവാൻ? മിസ്റ്റേക്ക് പറഞ്ഞുതരാം ഷമീർ. അള്ളാഹു എന്ന് പറയുന്നത് ആ പ്രവാചകന്റെ കാലിൽ കടിച്ച ഉറുമ്പിനേക്കാൾ ചെറുതാണ് എന്ന് ഈ ഹദീസിലുണ്ട്. അതായത് ഒരു അതൊന്നും ഉറുമ്പിൻ അവിടെ കൂടിൽ പോയിട്ട് വിശദീകരിച്ച് പറഞ്ഞ കാര്യമല്ല നിങ്ങള് ഇപ്പത്തെ ഇതൊക്കെ വിശദീകരണമല്ല അന്ന് ചോദിക്കുന്നത്. വിശദീകരിച്ചതാണ്. ഇതൊക്കെ നിങ്ങൾ ഇതൊക്കെ തെറ്റ് അന്ന് പറ്റിയാ വിശദീകരിച്ച, ആ തിരുത്തേണ്ട വീഡിയോയിൽ പിറ്റേന്ന് വിശദീകരിച്ച തിരുത്തണേ. കാര്യം ഷമീറെ. ഈ വിഷയം തന്നെ ഞാൻ വെറുതെ നിങ്ങൾക്ക് അലമ്പണ്ട. മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്നല്ലേ ഓർമ്മ ഒരു ഇച്ചിരിയൊക്കെ മുണ്ടി നിങ്ങൾ ഒരു നാണവും മാനവും എന്നൊക്കെ പറഞ്ഞ അവിടെ സാധനമാണ് നിക്ക് ഷമീറെ. നിക്ക് നിക്ക്. ഈ അന്തസ് വേണം, വിഷയം അന്തസ് അതിന്റെ വേണ്ട. പിറ്റേന്ന് പിന്നെ ഇയാള് പറയല്ലേ, 28-ാം തീയതി അതാണ് എന്നോട് 26-ാം പറയാനുള്ളത് തീയതി കേട്ടോ. പരിപാടി കഴിഞ്ഞ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. എനിക്ക് പറയണ ശ്രദ്ധിച്ച് 26-ാം കേൾക്കണം, തീയതി ഞാൻ പറയണ നിങ്ങൾ കേൾക്കാൻ നീ തയ്യാറാവ്. ഈ വിഷയം, ഈ അതൊക്കെ ഭാഗത്ത് പറയണ കേക്ക്. അള്ളാഹുവിന്റെ വലിപ്പം എത്ര നമുക്ക് പളക്കാം ഈ ഹദീസില് കേട്ടോ. അള്ളാഹുവിന്റെ വലിപ്പം പറഞ്ഞുതരാന്ന്. ആവശ്യമില്ല. അള്ളാഹുവിന്റെ വലിപ്പം നോക്ക്. ഒരു പ്രവാചകൻ പോയിട്ട് ഒരു പുറ്റുകളുള്ള ഉറുമ്പിന്റെ പുറ്റുള്ള പ്രദേശത്ത് പോയി കുത്തിയിരുന്നിട്ട് അയാളുടെ മേലൊരു ഉറുമ്പ് കടിക്കുമ്പോ അയാൾക്ക് ദേഷ്യം വന്നിട്ട് ആ ഉറുമ്പ് മൊത്തം, ആ ഉറുമ്പും കൂടി പുറ്റോടെ ചുട്ട് കരിക്കാൻ വേണ്ടി കൽപ്പന ചെയ്തിട്ട് അത് അനുസരിച്ച അനുചര വൃന്ദവും അതിനുശേഷം അള്ളാഹുവിന്റെ പിന്നെ കാരുണ്യം വർഷിക്കുകയാണ്. എന്ത് കണക്ക് ആ ഒരു ഉറുമ്പിനെ മാത്രം കൊന്നാ പോരാ, ഇന്നലെ എന്തിനാ എല്ലാത്തിനെയും കൊന്നേന്ന്? ഈ ഉറുമ്പിന്റെ ബോധം പോലും ഇല്ലാത്ത അള്ളാഹുവും പ്രവാചകന്മാര് പറഞ്ഞു എന്ന് വെച്ചിട്ട് മേലും കീഴും നോക്കാതെ ഒരു മിനിറ്റ് കേട്ടോ, മേലും കീഴും നോക്കാതെ ആ ഉറുമ്പിൻ കൂട് കത്തിച്ച മനുഷ്യ സമൂഹമാണ് അന്നത്തെ മതസമൂഹം. ഈ ജാതി വൃത്തികേടുകൾ പഠിപ്പിക്കുക. എന്നിട്ട് ഇതേ മാനസികാവസ്ഥയിലാണ് ഇന്നും നമ്മുടെ നാട്ടിലുള്ള കുട്ടികള് പല്ലിനെ കാണുമ്പോ മുടിഞ്ചാ നടക്കുന്നത് കൊല്ലാന്. കാണുന്നവരൊക്കെ കല്ലിനെ കൊല്ലാൻ. പിന്നെ ഹദീസിലുള്ളതല്ലേ, പല്ലീനെ കൊന്ന കൂലി കിട്ടുന്ന ഹദീസിലില്ലേ? പല്ലിനെ കൊല്ലാൻ പ്രത്യേകം പ്രാക്ടീസ് ഉണ്ട് മദ്രസയിലെ. ഇല്ല, പ്രാക്ടീസ് ഉണ്ടോന്നല്ല, ഇത് വിശ്വസിക്കുന്നവരാണ്. ഞാൻ അത് വിശ്വസിക്കുന്ന ആളാണ്. ഷമീർ അത് വിശ്വാസല്ലേ? എന്ത് ഒരു പല്ലീനെ കിട്ടിയാൽ കൊന്നാൽ പുണ്യം കിട്ടും എന്ന് നിങ്ങൾക്ക് വിശ്വാസല്ലേ?
എന്നിട്ട് എല്ലാരും പല്ലീനെ കൊല്ലാൻ നടക്കല. ഷമീറെ പല്ലീനെ എല്ലാരും കൊല്ലണമല്ല, പല്ലീനെ കൈവാക്കിന് കിട്ടിയാൽ ഒറ്റ അടിക്ക് ഒരു പല്ലീനെ കൊന്നാല് പുണ്യം കിട്ടും എന്ന് ഷമീറിന് വിശ്വാസം ഉണ്ടോ അല്ലേ? ഉണ്ടല്ലോ. ഇത്രേ ഉള്ളൂ. ഇതാണ് നിങ്ങളെ മതവും, ഇതാണ് നിങ്ങളെ ദൈവവും. ഇത് വിശദീകരിച്ച ഭാഗത്ത് നിന്ന് ഈ ഒരു പീസ് അടർത്തി എടുത്തിട്ട് വേറെ ഒരു വിഷയം വിശദീകരിക്കുമ്പോ ഇന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഊളത്തരമാണ് ഷമീറെ. മിനിമം ഭാഷ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി ഞാൻ എന്നോട് ചോദിക്കാണ്, കൊല്ലാനുള്ള അനുവാദമുണ്ട്. അത് കൊല്ലുമ്പോ എങ്ങനെ കൊല്ലണോ? പറഞ്ഞിട്ടുള്ളൂ. ഇത്രേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇത് നിങ്ങൾ പ്ലേസ് ചെയ്തത് എവിടെ അറിയോ? ഇനി ഈ കൃത്രിമൊക്കെ കാണിച്ച്, ഈ വൃത്തികേട് മുഴുവൻ കാണിച്ച്, ഈ അറ്റവും മൂലയൊക്കെ വെട്ടി തെറ്റിദ്ധാരണ പരത്തി വേറെന്തോ ഞാൻ ലിയാക്കത്ത് ഉറുമ്പിനെ കൊല്ലാൻ ഇസ്ലാമിൽ ഉറുമ്പിനെ കൊല്ലാൻ കൽപ്പനയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ള രീതിയിൽ വിശ്വാസികളെ കബളിപ്പിച്ച്, എന്നിട്ട് നിങ്ങൾ പിടിച്ചപ്പോൾ ഞാൻ തിരുത്തി എന്നൊക്കെ പറഞ്ഞ ഊസറും പുളിയില്ലാത്ത ഏർപ്പാടാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പോയിന്റ്, വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, നിങ്ങൾ ഈ പണിക്ക് പറ്റൂല എന്നുള്ളതിന്റെ പോയിന്റ്. സൂറത്തു തൗബയിലെ 5-ാം വചനം വിശദീകരിക്കുമ്പോ, അതായത് RV ബാബുവിന് ഒരു ഭാഗത്തും അലിയാർ കാസിമിയ മറുഭാഗത്തും വെച്ച് രണ്ട് വർഗീയ ശക്തികളെയും മുഖത്തടിക്കുന്ന രീതിയിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മറുപടി വന്നപ്പോ നിങ്ങൾ വിശ്വാസികളുടെ എന്താണ് എക്സ് മുസ്ലിങ്ങളുടെ വർത്താനം എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്ത ബാസിലും കൂട്ടരും സൂറത്തു തൗബ യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയ ആയത്താണെന്ന് പറഞ്ഞിട്ട് ഏത് യുദ്ധം എന്ന് ചോദിച്ച സമയത്ത് അത് അബദ്ധമായിരുന്നു, അത് ബക്കറയിലേതാണ് എന്ന് പറഞ്ഞ് അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ആയത്ത് ഈ ഹദീസും കൊണ്ട് വന്നതെന്ന് അറിയുന്നിടത്താണ് നിങ്ങൾ പരാജയത്തിന്റെ ആഴം മനസ്സിലാവുക. ഇനി ആ വിഷയത്തിലേക്ക് ഉറുമ്പിന്റെ കൂടെ കാര്യത്തെ ഞാൻ വിശദീകരിച്ചില്ലേ? ഇനി ഷമീർ പറഞ്ഞു സൂറത്തു തൗബയിലെ 5-ാം വചനം യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയതാണോ? യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയാണ്. ആണോ? ഏത് യുദ്ധ സന്ദർഭത്തിൽ? ഏതെന്ന് വേണ്ടല്ലോ, ഏത് യുദ്ധ സന്ദർഭത്തിൽ? ഏതെങ്കിലും ഒരു യുദ്ധം വേണമെന്നില്ല. യുദ്ധം നടന്നാൽ എന്ത് ചെയ്യണം? ഏത് യുദ്ധം എന്നില്ല, ഏത് യുദ്ധം നടന്നാലും എന്ത് ചെയ്യണം എന്നുള്ള. സൂറത്തു തൗബ ഇറങ്ങിയത് യുദ്ധ പശ്ചാത്തലത്തിലാണോന്നാ ചോദിച്ചത്. യുദ്ധം അവതരണ കാരണം, അവതരണ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അത് ആപ്ലിക്കേഷൻ അല്ല ഉദ്ദേശിച്ചത്. ഏത് യുദ്ധം നടന്നാലും എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അത് എവിടെയൊക്കെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. വചനം ഇറങ്ങാനുള്ള കാരണം ഏതായിരുന്നു? ഏതെങ്കിലും ഒരു സന്ദർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു യുദ്ധം എന്നുള്ള ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഉണ്ടാവുന്നു. ആ സിറ്റുവേഷനിൽ ഒരു പരിഹാരം എന്ന നിലക്ക്, ഒരു നിർദ്ദേശം എന്ന നിലക്ക് ഒരു ആയത്ത് ഇറങ്ങുന്നു. പോട്ടെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ പറയണ്ട നമുക്ക് രണ്ടാൾക്കും കൂടി ഒരു നിഷ്പക്ഷൻ ആയിട്ടുള്ള ഒരാളെ വിളിക്കാം. ആരാ അറിയോ? ഗ്രോക്കറെ വിളിക്കാം, അല്ലെങ്കിൽ ജമിനിനെ വിളിക്കാം. നീ ഇത് ചോദിക്ക്, കയ്യിലില്ലേ ഗ്രോക്കില്ലേ? ഞാൻ പറയട്ടെ ജമിനി ഉണ്ടോ? പറയട്ടെ. വെച്ച് സംസാരിക്കണോട്ട് എന്താ ഗ്രോക്കും ജമിനി? ഷമീറെ ചോദിക്ക്, ഏതാണ് യുദ്ധ സന്ദർഭം ചോദിക്കും. എന്റെ ഇമാമുമാരൊന്നുമില്ല, എന്റെ അമാനി മൗലവി. ഞാനതല്ലേ പറയണത്. എന്ത്? ഇത് ഒരു പ്രത്യേക ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ആ സമയത്ത് തന്നെ അവതരിച്ച ആയത്താണെന്നല്ല നമ്മൾ പറയുന്നത്. ഏതെങ്കിലും യുദ്ധം നടന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഈ സാധനം ലിയാക്കത്തിനെ കൂട്ടാൻ നമ്മളെ ഉറുമ്പിന്റെ കൂട്ടിന്റെ ഹദീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നീ ബാസിലിനെ കൊണ്ട് കൊടുത്തിട്ട് ബാസിൽ ഈ സാധനം എടുത്ത് പ്രയോഗിക്കുമ്പോ ബാസിൽ വേറൊരു അബദ്ധം കാണിച്ചിട്ടാണ് നിൽക്കുന്നത്. അതായത് സൂറത്ത് തൗബയിലെ ഏത് യുദ്ധമായിരുന്നു എന്ന് ചോദിച്ചപ്പോ അത് യുദ്ധ സന്ദർഭമല്ല, അത് പറഞ്ഞപ്പോ അബദ്ധം പറ്റിയതാണ്. അത് സൂറത്തുൽ ബക്കറയിലെ 191, 92 വചനങ്ങള് അതും ഇത് മാറിപ്പോയതാണ്, മിക്സ് ആയി പോയതാണ് എന്ന് പിന്നെ ബാസിൽ വിശദീകരിക്കുന്ന ഇജും കേട്ടതല്ലേ? ആണ്. അതും നുണയല്ലേ? അതെങ്ങനെ നോണാവാ? സൂറത്തുൽ ബക്കറയിലെ 191, 92 വചനം അവതരിക്കുന്ന യുദ്ധക്കളത്തിലായിരുന്നു എന്നാ പറഞ്ഞത്. ഏത് യുദ്ധക്കളത്തിലാണെന്നൊന്ന് കേൾപ്പിച്ചാവും പറഞ്ഞൊന്ന് കേൾപ്പിക്ക്. അതൊക്കെ കേൾപ്പിച്ചേരാ. ഏത് യുദ്ധക്കളത്തിലായിരുന്നു? കേൾപ്പിക്ക്. പറഞ്ഞ കേൾപ്പിച്ചേരാ. അതൊക്കെ കേൾപ്പിച്ചിട്ട് തന്നെ പോകും. മറ്റേത് എന്താ പറഞ്ഞത്? അത് കരാർ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഏത് യുദ്ധക്കളത്തിലായിരുന്നു? സൂറത്ത് തൗബയിൽ പറയുന്നത് തൗബ ഫുള്ളായിട്ട് വായിച്ചാൽ തന്നെ മനസ്സിലാവും. അത് പച്ച നോണ. അതെങ്ങനെ ഇന്റർനാഷണൽ നോണ? ഞാൻ പറഞ്ഞ അത് പൊളിച്ചു കൊടുത്തപ്പോ അതിന് രക്ഷപ്പെടാനല്ലേ ഷമീറെ കൊണ്ടരെ ഉറുമ്പും കൂടിന്റെ ഹദീസ് പറഞ്ഞത്. കൊണ്ടുവരിയെന്നൊന്നും പറഞ്ഞിട്ടല്ല, ഇവരൊരു നോണ സൂര്യസ് തുടങ്ങിയപ്പോ ഞാൻ ഇട്ടുകൊടുത്തതാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇതിന് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ഇതൊന്ന് നിങ്ങൾ ഇട്ട് നോക്കുന്ന സമ്മതിച്ചല്ലോ. ആണല്ലോ, ഞാൻ കൊടുത്താണ്, ഒരു ചോദിച്ചതൊന്നല്ല. അതായത് ആകെ പെട്ടു, ഇനി ഒന്നും നോക്കണ്ട, ഉറുമ്പും കോട് എടുത്ത് വീശിക്കോന്ന് ഇജ്ജ് പറഞ്ഞെടുത്താണ്. ഓരോരു നോണ സീരിയസ് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി തുടങ്ങി.
അതിൽ എത്രാമത്തെ നുണയായിട്ടാണ് ഇത് വരുന്നത്? ലിയാക്കത്ത് പറഞ്ഞ വലിയ നുണയാണ് ഇപ്പൊ ഉറുമ്പും കൂട് അല്ലേ? ആ നുണ തന്നെയാണല്ലോ. പക്ഷെ എന്തൊരു കഷ്ടം നിങ്ങൾ എന്നല്ലേ തിരുത്തിയത്? എവിടെ എത്തിയെന്ന് ആലോചിച്ചോക്കണം. നിങ്ങൾ എന്നെ തിരുത്തിയെന്തിനാ പിന്നെ? തൗബയില് സൂറത്ത് നോണ അല്ലെങ്കിൽ പിന്നെ എന്തിനാ തിരുത്തിയേ? പറഞ്ഞിട്ട് നിക്ക് നോണ അല്ലെങ്കിൽ പിന്നെ എന്തിനാ തിരുത്തിയേ? അത് എനിക്ക് എന്തിനാ മാറിപ്പോയതാണ്. ചോദിക്കണേന് മറുപടി പറയും. നോണ അല്ലെങ്കിൽ പിന്നെ എന്തിനാ തിരുത്തിയേ? അത് നോണയല്ല. പിന്നെന്തിനാ തിരുത്തിയത്? എന്താ തിരുത്തിയെന്ന് പറയേണ്ട ആവശ്യം എന്താ? എന്താ തിരുത്തിയത്? എന്താ ഷമീർ പറഞ്ഞതിന് ശേഷം ഞാൻ എന്താ തിരുത്തിയത്? പറ. നാക്കുപിഴയാണെന്ന് പറയേണ്ട ആവശ്യം എന്താ? നാക്കുപിഴയാണെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആൾക്ക് ആ വീഡിയോ കാണുമ്പോ തന്നെ മനസ്സിലാവും. അതായത് നാക്കുപിഴയാണെന്ന് നിങ്ങൾ സമ്മതിച്ചു. എന്നിട്ട് അവിടെ നിക്ക് വെറുതെ ഓടല്ലേ, ചോദ്യത്തിന് മറുപടി പറയും. ഇത്ര ഉളുപ്പില്ലായ്മ കാണിക്കല്ലേ? ഓടല്ലേ കേക്കത്തെ, ഞാൻ പറയുന്നതിന് മറുപടി പറയും. കാണിക്കല്ലേ? ചോദിക്കുന്നതിന് ചെയ്തിട്ട് പറയാൻ ഇതുവരെ പഠിച്ചില്ല. ചോദിക്കുന്നതിനാ പറഞ്ഞു. നിങ്ങൾ ചോദിക്കണേല്ലേ ഞാൻ മറുപടി പറയുന്നത്? അല്ല, ഞാൻ ചോദിച്ചതിനാണല്ലോ മറുപടി പറഞ്ഞേ. ഞാൻ എവിടേക്ക് മാറിനോ? ഒരു മിനിറ്റ്, ഞാൻ എടുത്തുതരാം. ആദ്യം ഇനിയിപ്പോ ഇതൊന്ന് തീരുമാനാക്കട്ടെ. ഒരു മിനിറ്റ്. ഉറുമ്പും കൂടി പറഞ്ഞു വെറുതെ മാനം കടണ്ട കേട്ടോ. വരൂ, കാരണം ഒന്നെങ്കിൽ ഇവിടെ തീരുമാനിക്കി തരുന്നത്. ഇതൊക്കെ കേട്ടിട്ട് ഇനി ഇതാ കേട്ടോട്ടോ കേട്ടോട്ടോ നല്ല ശ്രദ്ധിച്ചു കേട്ടോ. ഇപ്പം ഈ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക. അപ്പൊ ഇവരെ സ്ഥിരം സാധനമാണ് സന്ദർഭത്തിലാന്നുള്ളത്. അതിന് തൊട്ട് 3 ആഴ്ച മുമ്പ് വായിച്ചാൽ ഇതൊരു യുദ്ധ സന്ദർഭമാണ്, യുദ്ധം നിരോധിക്കപ്പെട്ട മാസങ്ങളെ കുറിച്ച്, യുദ്ധത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച്, അങ്ങനെയൊക്കെ കഴിഞ്ഞ് യുദ്ധത്തിലേക്ക് എത്തിയതിനു ശേഷമാണ് യുദ്ധ സന്ദർഭത്തിൽ ഒരാളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക എന്നുള്ളത്. സൂറത്തുൽ ബഖറയിലുള്ള കാര്യം എന്താ ചോദിച്ചാൽ അതിന്റെ ഇത് ആദ്യം പറഞ്ഞു കേട്ടോ. എന്നിട്ട് അത് ഏത് യുദ്ധമായിരുന്നു എന്ന് ചോദിച്ചപ്പോ അതിന്റെ അടുത്ത മറുപടി കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. തൊട്ട് മുമ്പുള്ള ആയത്തുകൾ വായിച്ചാൽ മനസ്സിലാകും. നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്നവർ അങ്ങോട്ട് യുദ്ധം ചെയ്യുക, ആ യുദ്ധകളത്തിൽ വെച്ച് നിങ്ങളെ കണ്ടെടുത്ത് വെച്ച് എന്ത് ചെയ്യുക, നിങ്ങളുടെ ശത്രുവിനെ കണ്ടാൽ കൊല്ലുക. അപ്പൊ അത് പറയുന്നതിന്റെ കൂടെ ഞാൻ പറയുന്നതിന്റെ ഇടയിൽ എനിക്ക് സംഭവിച്ചൊരു അബദ്ധം എന്നുള്ളത് തന്നെ ഇവിടെ പറയാം. പിന്നെ സൂറത്ത് തൗബയിലും ഇതേ രൂപത്തിൽ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ യുദ്ധം നിഷിദ്ധമാക്കിയപ്പെട്ട 4 മാസങ്ങളെ കുറിച്ച് പറയുന്നത് അതും ഇതും മിക്സ് ആയി പോയി. ഞാൻ പറഞ്ഞപ്പോൾ അത് മിക്സ് ആയി പോയി എന്നുള്ളത് അതൊരു അബദ്ധം തന്നെയാണ്, മാനസികമായി പറ്റിയിട്ടുള്ള ഒരു അബദ്ധം തന്നെയാണ്. ഇപ്പം ഈ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക. അപ്പൊ ഇവരെ സ്ഥിരം സാധനമാണ് സന്ദർഭത്തിലാന്നുള്ളത്. അതിന്റെ തൊട്ട് 3 ആഴ്ച മുമ്പ് വായിച്ചാൽ ഇതൊരു യുദ്ധ സന്ദർഭമാണ്, നിരോധിക്കപ്പെട്ട മാസങ്ങളെ കുറിച്ച്, യുദ്ധത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച്, അങ്ങനെയൊക്കെ കഴിഞ്ഞ് യുദ്ധത്തിലേക്ക് എത്തിയതിനു ശേഷമാണ് യുദ്ധ സന്ദർഭത്തിൽ ഒരാളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക എന്നുള്ളത്. ഇതില് പിന്നെ ബക്കറയിലാണ് യുദ്ധക്കളത്തിലെന്ന് പറഞ്ഞത് വേറെ വീഡിയോയിലുണ്ട്. അത് ഞാൻ ആ വീഡിയോയിൽ കേൾപ്പിച്ചിട്ടുണ്ട് ഷിമറെ. ഇല്ല ഉണ്ട്, യുദ്ധക്കളത്തിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? യുദ്ധം നടക്കുന്ന സമയത്ത് ബക്കറയിലുള്ളത് ഏത് യുദ്ധക്കളയുന്നു? അതായത് തൗബയിലുള്ളത് യുദ്ധ സന്ദർഭത്തിലല്ല, അത് മാറിപ്പോയതാണ്. അത് ബക്കറയായിട്ട് ബന്ധപ്പെട്ട് ഓക്കെ. ഇനി ബക്കറയിലുള്ളത് ഏത് നുണയുന്നു? സന്ദർഭത്തിലാണ്, യുദ്ധക്കളത്തിൽ യുദ്ധക്കളത്തിൽ എന്നാണ് ബാസിൽ പറഞ്ഞത്. അത് ഞാൻ ഈ വീഡിയോയിൽ കേൾപ്പിക്കാം. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അതുകൂടി കേൾപ്പിക്കാം. ഡോണ്ട് വറി. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അതുകൂടി കേൾപ്പിക്കാം. കേൾപ്പിക്കാം. ഈ സൂറത്തുൽ ബഖറയിലുള്ളത് ഈ പറഞ്ഞ പോലെ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിലാണ്. അപ്പോൾ ഒരു ഭാഗത്തുള്ളത് യുദ്ധക്കളത്തിൽ വെച്ച് എതിരാളിയെ കൊല്ലുന്നതാണ്, മറുഭാഗത്ത് ഈ കരാർ ലംഘിച്ചവരോട് തിരിച്ചുള്ള മറുപടിയും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി പറ, ബഖറയിലുള്ളത് ഏത് യുദ്ധക്കളത്തിലാണ്? അതല്ലേ ഞാൻ 191-92 അവതരിച്ചത് ഏത് യുദ്ധക്കളത്തിലായിരുന്നു നബി? അത് പ്രത്യേകം ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ഇറങ്ങിയതല്ലാന്ന്. അപ്പൊ ബക്കറയിലാണ് തൗബയെല്ലാം ചോദിച്ചേ. തൗബയല്ല, തൗബ യുദ്ധക്കളത്തിലല്ലാതെ അബദ്ധം പറ്റിയാണെന്ന് പറഞ്ഞത് വിട്ടു. ഓക്കെ, മാനുഷികമായിട്ടുള്ള അബദ്ധാണെങ്കിൽ അത് വിട്ടു പോട്ടെ. പകരം ബക്കറയിലുള്ളത് യുദ്ധക്കളത്തിലാണ് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ കൊണ്ടുവന്നാലും ഉള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. ഷമീറെ, സൂറത്തുൽ ബക്കറ യുദ്ധക്കളത്തിലായിരുന്നു എന്ന് ബാസിൽ പറഞ്ഞു. ബാസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാസിലിനോട് ചോദിക്കാം. ആ ബാസിലിനോട് അത് ചോദിച്ചു. കേട്ടോ ശ്രദ്ധിച്ചു കേട്ടോ. ബാസിലിനോട് കൃത്യമായിട്ട് ഏതാണ് യുദ്ധക്കളം, ഏത് യുദ്ധക്കളം? നിക്ക് ഷമീർ, കേട്ടോ ഷമീറെ, ഏത് യുദ്ധക്കളം എന്ന് ചോദിച്ചു. അതിന് മറുപടി പറയാതെ അതിന് പകരം കൊണ്ടുവന്ന നുണ സീരീസ് ആണ് ഈ പറഞ്ഞ ഈ സാധനം. ഏത്? നിങ്ങൾക്കൊക്കെ വല്ല പണ്ട് നബിക്ക് തോന്നിയില്ല, വല്ല കുന്നിന്റെ മുകളിൽ കയറി ചാടനാണ് നല്ലത് നിങ്ങൾക്കൊക്കെ. കേട്ടോ, അതാണ് നല്ലത്. അപ്പൊ ഇനി എടുത്തു വെച്ചോ, ഈ ഉറുമ്പുംകൂട് ഹദീസ് ഇനി എടുത്തു വെച്ചോ. നിങ്ങൾക്ക് ഈ തൊലിക്കട്ടി ഭയങ്കര കൂടുതലായതുകൊണ്ട് ഇനിയും എവിടെയെങ്കിലും ഉത്തരം മുട്ടുമ്പോൾ ഇത് പ്രയോഗിക്കാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ആ ഉറുമ്പിന്റെ സംഭവം ചോദിക്കാണ്ടല്ലോ. ഇത് ഇനി ഉപയോഗിച്ചോ, അനക്കത് ഇനി എവിടെയെങ്കിലും ഉത്തരം മുട്ടുമ്പോ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഹുക്കുമുണ്ടോ? മതത്തിൽ അങ്ങനെ ഹുക്കുമുണ്ടോ? മതത്തിൽ അങ്ങനെ ഹുക്കുമുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾപ്പിച്ചോ. പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നാ കേൾപ്പിച്ചോ. ഇങ്ങനെ കൊല്ലാൻ കൽപ്പിക്കുന്ന മതം എന്ന് പറഞ്ഞ എന്തിനാ? കൽപ്പിച്ച ഒരു പ്രവാചകൻ എന്നാണ് പറഞ്ഞത്. മതം ആ പ്രവാചകന്റെ കൽപ്പന കേട്ടിട്ട് അവിടെ പ്രവർത്തിച്ച ആൾക്കാർ ചെയ്തത് തന്നെയാണ് അവരെ മതം.
ശരി. പിന്നെ അള്ളാന്റെ കാരുണ്യം എന്ന് അള്ളാഹ് ഇസ്ലാമിൽ അപ്പൊ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഇസ്ലാമിൽ അങ്ങനെ ഹുക്കുമുണ്ടോ മോശം? ഇസ്ലാമിൽ അങ്ങനെ ഹുക്കുമുണ്ട്, ഉറുമ്പുകളെ കൊല്ലാൻ ഇസ്ലാമിൽ കൽപ്പന ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾപ്പിച്ചോ. അതല്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്? അതല്ല ഞാൻ പറഞ്ഞത്. സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലായി. സാമാന്യ ബോധമുള്ള അതാ എല്ലാവർക്കും പറഞ്ഞത്. അത് ഇത് മനസ്സിലാവണം. കേൾക്കുന്ന ആൾക്കാർ തീരുമാനിച്ചിട്ട് അവർ അത് മനസ്സിലാക്കട്ടെ, അതാണ് വിശ്വാസികൾക്കൊക്കെ പറഞ്ഞത്. അയച്ചു കൊടുക്ക്. ഇതെന്താ ഈ പറഞ്ഞത്? ഫോൺ ഇത് സംഭാഷണം തിരുത്താൻ ഒരു മിനിറ്റ്, ലോകാവസാനം ഈ വരെ ഫോൺ നിങ്ങൾ സംഭാഷണം ഇതിൽ തിരുത്തൂലത്. ആവശ്യമായിട്ടുള്ള ഹദീസുകളുടെ പൂർണ്ണമായിട്ടുള്ള ചിത്രമൊക്കെ സഹിതം ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ഈ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തോ. ഇനി അല്ല രണ്ടാമത്തെ ചെയ്യോ, നീ ചോദ്യം അപ്ലോഡ് ചെയ്യോ? ഞാൻ ചെയ്യുമല്ലോ. എന്നാ ചെയ്യണം ഇനി ട്ടോ. അത് രണ്ടാമത്തെ ചെയ്യേ. അത് ചോദ്യം ചെയ്തിട്ട് ഇനിയും രണ്ടാമത്തെ അനക്ക് ചോദ്യം എവിടെയെങ്കിലൊക്കെ ഉറുമ്പും കൂടെ രണ്ടാമത്തെ ആവശ്യം ചോദ്യം വരും. ഉറുമ്പിന്റെ എവിടെയാന്ന് വെച്ചാല് സംഭവമായിട്ട് ബാസിൽ ബന്ധപ്പെട്ട ഉത്തരം രണ്ടാമത്തെ മുട്ടുന്നിടത്ത് ഇനി ചോദ്യം. ഉറുമ്പും കൂടെ ഉപയോഗിക്കാം. അത് എടുത്തു വെച്ചോ. ഉറുമ്പിന്റെ പണ്ട് അടക്കി നമ്മൾ ഈ ഇതില്ലേ, നമ്മുടെ പണ്ട് നമ്മൾ ചക്കയൊക്കെ വെട്ടിയാലേ, ഞങ്ങളുടെ നാട്ടില് ചക്കയൊക്കെ വെട്ടി കഴിഞ്ഞാല് അതിന്റെ ഈ മുളഞ്ഞീന്ന് ഞങ്ങൾ പറയാം, വളഞ്ഞീന്ന്, ഉം. അത് ഒരു കോലുമ ഇങ്ങനെ ചുറ്റി 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 എടുത്തിട്ട് നമ്മൾ പഴയ ഓടുവരന്റെ ഇറയിൽ ഇങ്ങനെ തിരികെ വെക്കും. ഉം. എന്തെങ്കിലും എവിടെയെങ്കിലും ഓട്ട വരുമ്പോ അടക്കാൻ വേണ്ടിയിട്ട്. അതേമാതിരി ഈ ഉറുമ്പിൻ കൂട് ഒരു നിധി പോലെ നീ കാത്തു സൂക്ഷിച്ചോ. ലോകാവസാനം വരെയുള്ള മതവിമർശകർക്ക് ലിയാക്കത്തിനെ നേരിടാൻ ആകെ കയ്യിലുള്ള ഒരു മരുന്ന് എന്ന രീതിയിൽ ഇത് ഉപയോഗിക്കാൻ ആകെ പറ്റുമായിരിക്കും. കയ്യിലുള്ള മരുന്നൊന്നല്ല, അത്രേ ഉള്ളൂ. ഇഷ്ടംപോലെ മരുന്നുണ്ട്. അത്രേ ഉള്ളൂ. അതിനൊക്കെ മറുപടി അത്രേ പറയും. ഉള്ളൂ. ഇനി ഇത് അത്രേ കട്ട് ഉള്ളൂ ചെയ്തിട്ട് ഷമീറെ. ഞാൻ അപ്പൊ വിളിക്കട്ടെ. എന്തായാലും ഉറുമ്പിന്റെ അത് കാര്യത്തിൽ ഏതാണ്ട് തെളിയിക്കോ? തീരുമാനമായ സ്ഥിതിക്ക് ഇത് കട്ട് ഇനി ചെയ്തിട്ട് ഞാൻ വേറൊരു വിഷയത്തിൽ നമുക്ക് ഒരു പിന്നീട് കാര്യം സംസാരിക്കാം. ഒരു വിഷയം കൂടി ചോദിക്കട്ടെ. ഇല്ല, ഇത് അത് വേറെ തെളിയിക്കാൻ വിഷയം കഴിയും. വേറെ ദിവസം. വിഷയം ഏതാന്ന് അല്ലല്ല, പറഞ്ഞോ, ഒരു ദിവസം അതേപോലെ അപ്പോയിന്റ്മെന്റ് ടൈം പറഞ്ഞോ, വിളിച്ചോ, നോ പ്രശ്നം. ഇന്നിപ്പോ അപ്പൊ ഈ ഉറുമ്പിന്റെ കൂടിന്റെ കേസ്, ഈ വീഡിയോ ഞാൻ ആയിട്ടുള്ളൂ. കംപ്ലീറ്റ് അതിൽ ആവശ്യമുള്ള രേഖകളും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നീ എന്ത് ചെയ്തോ, ഇത് നിന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തോ. ഇതിൽ വളരെ ഈ മികച്ച ഒരു ഇതായിരിക്കും അത്. ഇതേ വിഷയത്തില് ഒരു ചോദ്യം കൂടി ഉണ്ടല്ലോ. 2 കളവാണ് നിങ്ങൾ പറഞ്ഞത്. ഈ രണ്ടാമത്തേത് ഉറുമ്പിന്റെ കൂടിന്റെ കഴിഞ്ഞു. ഇല്ല, കഴിഞ്ഞു. ഇതിലെന്നെ രണ്ടാമത്തെ കളവുണ്ട്. അതാ ഞാൻ എന്ത് ചോദിച്ചത്. എന്താ ഷമീറെ? അതിന് മറുപടി പറയും. ഇതില് നിങ്ങൾ പറയുന്നത് എന്താ വെച്ചാല് ഇത്ര കാര്യം നീ എന്താ ചോദിച്ചത്? ഈ കാര്യം ഞാൻ പറഞ്ഞതിന് ശേഷം അപ്പൊ തന്നെ ആ സെക്കൻഡിൽ തന്നെ ഞാൻ അത് തിരുത്തുന്നുണ്ടെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ആ എവിടെ തിരുത്തി? അതാ ആ വീഡിയോ എവിടെ? ആ വീഡിയോന്റെ ലിങ്ക് എവിടെ? ആ വീഡിയോ ലിങ്ക് നീയല്ലേ തരണ ഷമീറെ? നിങ്ങളാണ് എടുക്കേണ്ടി ആ വീഡിയോ. എവിടുന്ന് നിങ്ങൾ നീയാണ് ആ സംസാരിച്ച വീഡിയോ വീഡിയോ എടുത്തോണ്ട് വന്നത്? നിങ്ങളാണ് എവിടുന്ന് കൊണ്ടുവരുന്നത്. എവിടുന്ന് അതാണ് ഞാൻ ചോദിക്കുന്നത്. ആ എവിടെ ആ വീഡിയോയുടെ വീഡിയോ ടൈറ്റിൽ മറച്ചു വെച്ചത്? അത് ക്രോപ്പ് ചെയ്തത് ആരാ? ടൈറ്റിലൊന്നും സ്ക്രീൻ ഇല്ലല്ലേ? റെക്കോർഡ് ചെയ്യുമ്പോ എന്തായാലും സ്ക്രീൻ റെക്കോർഡ് നീ ചെയ്യുമ്പോ എന്തായാലും അതിന്റെ ഫുൾ ഡീറ്റെയിൽ ഉണ്ടാവും. അതിനാണ് ഞാൻ ഡേറ്റ് പറഞ്ഞത്. ഡേറ്റ് എനിക്ക് എവിടെ നിട്ടി? ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് തപ്പിയെടുത്തതല്ലേ ഞാൻ അയച്ചുകൊണ്ട് പറഞ്ഞത്. ഒരു ക്ലബ് ഹൗസിന്റെ ഡിസ്കഷൻ യൂട്യൂബ് ലൈവ് ഇടുമ്പോ നിങ്ങൾക്ക് മെസ്സേജ് സ്വാഭാവികമായിട്ടും അതിന്റെ അയച്ചുകൊണ്ടാണ് ടൈറ്റിലും അതിന്റെ അതിന്റെ തലേ ദിവസം ടൈറ്റിലും ഞാൻ മെസ്സേജ് ഡേറ്റും അത് അയച്ചുകൊണ്ടാണ് ഏത് എനിക്ക് ഡേറ്റ് ക്ലബിലാണ് കിട്ടി. നടന്നത്. ഈ മാതിരി ഇനി ഇതുപോലത്തെ ഊച്ചാളിത്തരം പറയല്ലേ എന്റെ ഷമീറെ. അവിടെ നിക്ക്. ആ ഡേറ്റ് എനിക്ക് എങ്ങനെ കിട്ടി? സമയല്ല ഷമീറെ. ഈ അവിടെ നിക്ക്. ഇത് മാതിരി പറയ്. ഒരു ആകെ നീയോ ഇത് പറയ്. പിന്നെ ഇതായി കഴിഞ്ഞാൽ ഡേറ്റ് നീ എനിക്ക് അതിൽ എങ്ങനെ കിടന്ന് കിട്ടി? മെഴുകണീന് ഞാൻ കാവലിക്കാരന നടക്കുന്ന ആ പരിപാടിയാണോ? ഇതൊക്കെ ഇടയ്ക്ക് ഇത്രയും ഈ കേട്ടതിൽ ഡേറ്റ് നിന്ന് എനിക്ക് ഒന്ന് കിട്ടി. കാര്യം മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവും. വെറുതെ കളവല്ലേ മനസ്സിലായി. പറഞ്ഞത് എന്നാണ് ഞാൻ ഇനി ഞാൻ ചോദിക്കുന്നത്. വീഡിയോന്റെ ഫുള്ള് കൊടുന്നോ. ഇനി അയിമ അണക്ക് മെഴുകണി ഞാൻ അത് പറഞ്ഞിട്ട് എടുത്തു നിങ്ങളാണ് വെച്ചോ. കൊണ്ടുവരണ്ടേ. ഈ ഒരു നിധി നിങ്ങളാണ് പോലെ കൊണ്ടുവരണ്ടേ. ഉറുമ്പിന്റെ കൂടിന്റെ നിങ്ങൾ ഒരു ഹദീസ് ഈ വീഡിയോ ക്ലിപ്പ് എടുത്തു വെച്ചോ. അനക്ക് ഇനിയും എവിടെയെങ്കിലും ഉത്തരം മുട്ടുമ്പോൾക്കൊക്കെ അയച്ചു കൊടുക്ക്. ലിയാക്കത്തിനോട് എന്തിന്? ഉത്തരം മുട്ടുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്ക്. അതിന്റെ ആവശ്യമില്ല. ലിയാക്കത്തിനെ അതൊക്കെ പൂട്ടാൻ നമ്മൾ പറ്റിയ നല്ലൊരു വിട്ടതാണ്. സാധനം എന്റെ അടുത്തുണ്ട്. ഇതൊക്കെ ഉറുമ്പിന്റെ നമ്മൾ കാര്യത്തിൽ ഓൻ വിട്ട പണ്ട് നുണ കേസാണ്. പറഞ്ഞിട്ടുണ്ട്. ഇത് ദങ്ങളെടുത്ത് നമ്മൾ ഉപയോഗിച്ചോളി എന്ന് വിട്ട പറഞ്ഞ് അയച്ചു കൊടുക്കും. കേസായിരുന്നു. പിന്നീട് നിങ്ങൾ വീണ്ടും വന്നു. ബാസിലിന് ഇത് അയച്ചു കൊടുത്തത് നീയാണെന്ന് എന്റെ ഇൻഡ്യൂഷൻ ആയിരുന്നു. പക്ഷെ അത് കറക്റ്റ് ആണ്, സത്യമായിരുന്നു. ഞാൻ തന്നെയാണ് അയച്ചു കൊടുത്തത്. പിന്നെ മികച്ച ഒരു ഇവര് ഇതാണ്. ഇങ്ങനെ നീ ഇസ്ലാമിക തുടങ്ങിയ ഇസ്ലാമിക സമയത്താണ് ഞാൻ ദേവാ കൊടുത്തത്. സംഘങ്ങൾക്ക് സേവനം ചെയ്യാൻ അന്റെ അള്ളാഹു അനക്ക് ദീർഘായുസ് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ആഫിയത്തും തരട്ടെ. ആമീൻ പറയാം മനുഷ്യ. നിങ്ങളെ പ്രാർത്ഥനല്ലേ? നിങ്ങൾ അള്ളഹാനോടാണ് ഞാൻ പറയുന്നത്. ഒരു അവിശ്വാസിയായ ഞാൻ ഷമീറിന് ഈ ഹദീസ് ഇനി ഉപയോഗിക്കാനുള്ള അവസരങ്ങളിൽ ആഫിയത്ത് കൊടുക്കണേ നാഥാ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ ശരി, ഈ അടുത്ത വിഷയമായിട്ട് ചെന്ന വരണമെങ്കിൽ പറഞ്ഞ നമുക്ക് സംസാരിക്കാം. മതം അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ? അതിനൊക്കെ ഉത്തരം ഇതിനകത്തുണ്ട്. സാമാന്യ ബോധമുള്ള ആർക്കും ഈ വീഡിയോ പിന്നെ ഒരു സംശയം ഉണ്ടാവില്ല. അതൊന്നും ഷമീർ കാര്യാക്കണ്ട. ഭദ്രായിട്ട് ആ വീഡിയോ അല്ലല്ല, ഇത് പറയാൻ എന്താ മടിയെന്നാ ചോദിക്കേ. അതൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഷമീർ? എന്താ പ്രശ്നം? നമ്മൾ നമ്മളുടെ ബുദ്ധിക്ക് പറഞ്ഞോണ്ടിരിക്കല്ല. നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ച് മറ്റുള്ളവരെ വിലയിരുത്തണ്ട. എന്തിനാ വെറുതെ എന്റെ ചാനലിൽ നിങ്ങൾ ചെയ്യുന്നത്? എന്റെ ചാനലിൽ ഇരുന്നിട്ട് എന്തിനാ ഷമീർ വെറുതെ പിന്നെ ആൾക്കാരെ ഇങ്ങനെ കളിയാക്കൽ കേൾക്കുന്നത്? ഷമീർ ഇത് നിങ്ങളെ ചാനലിലുള്ള ഫാൻസ് നിങ്ങളെ ഫാൻസിന്റെ കളിയാക്കലുണ്ട്. അതൊന്നും ഒരിക്കലും വിഷയമല്ല. ഞാൻ പറഞ്ഞ ഹദീസുകളും വീഡിയോ ക്ലിപ്പും ബാസിലിന്റെ സംസാരം ഒക്കെ ചേർത്ത് ഫാൻസ് കളിയാക്കണതിന് അത് നോക്കണ്ട. അത് നീ നോക്കണ്ട. നീ നിന്റെ ചാനലിൽ കേറ്റി നല്ല രീതിയിൽ കളിയാക്കണതിന് ഒരു പ്രശ്നമില്ല. നിന്റെ ചാനലിൽ കമന്റ് ബോക്സ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ അതാ ഞാൻ പറഞ്ഞ ഷമീറ, നീ നിന്റെ ചാനലിൽ കേറ്റിക്കോ.
ഞാൻ അതാ നല്ലത്, കേട്ടില്ല. അതാ പറഞ്ഞത് നിങ്ങള് കേട്ടോ. മെനിയാന്ന് അത് പക്ഷെ അത് സംസാരിച്ചതും ഞാൻ വിചാരിച്ചിട്ട് കേട്ടില്ല. നമ്മൾ ഇങ്ങനെ നമ്മളുടെ ആൾക്കാർ ഇപ്പൊ നമ്മൾ ഏതൊരു ആളോടും നമ്മൾ അവരെ പറയണതിന് നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് പറയാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ടാണ്. ആര് അപ്പൊ ഷമീർ, ഞാൻ അടുത്തൊരു വിഷയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേമാതിരി എടുത്തോണ്ട് വാ, നമുക്ക് സംസാരിക്കാം. ഓക്കെ, അതെ അതന്നെ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ശരി. കട്ട് ചെയ്ത് വിളിക്കട്ടെ. ഇപ്പൊ കട്ട് ചെയ്തു. ഇത് എന്നോട് സംസാരിക്കാൻ വേണ്ടി ഇബിന് മാത്രം ഗസീർ ഞായറാഴ്ച കളയാൻ റഹ്മുള്ളാന്റെ ഒരു പറ്റുമോ? ഞാൻ 3-4 ആൾക്ക് സമയം വിഷയം ഞാൻ കൊടുത്തതാ. പറഞ്ഞുതരാ. വിഷയം ഞാൻ പറഞ്ഞോ, പറഞ്ഞുതരാം. വിഷയം പറഞ്ഞോ. അത് അതായത് നമുക്കൊരു ഇബിന് സമയം ഇപ്പൊ ഗസീർ തന്നെ തീരുമാനിക്കാം. റഹ്മുള്ളാന്റെ തഫ്സീർ എടുത്തിട്ട് ഏതാണ്? മുത്താ ഇബിന് ഗസീർ കല്യാണല്ലേ? റഹ്മുള്ള മുത്താ കല്യാണം. മുത്താ കല്യാണം, അത് നമുക്ക് സംസാരിക്കാം. അത് നിങ്ങൾ പറഞ്ഞല്ലോ അത് ആ ഇജ്ജെന്നാ വിളിക്കാം? വിഷയത്തിൽ. ഇന്ന് വിളിക്കുകയാണെങ്കിൽ ഇന്ന് സമയമില്ല. ഒരു ദിവസം തന്നെ എല്ലാം കൂടെ സംസാരിച്ച നാളെ വേറെ വിളിക്കാം. പണിയില്ലേ ഷമീറെ? നാളെ വിളിക്കാം. ഈ ഒരു കാര്യം ചെയ്യും, ബുധനാഴ്ച വിളിക്കും. ബുധനാഴ്ച എന്തോ ഒരു പരിപാടി ഉണ്ടല്ലോ. തിങ്കളും ചൊവ്വയും എനിക്ക് ചില പരിപാടികളുണ്ട്. ഫ്രീ ഉണ്ട്. ഈ കടയിലെ പണികൾ നടക്കാണ്. എത്ര സമയത്ത് വിളിക്കണം? എന്നും ഈ 3 മണിക്ക് ശേഷം വിളിച്ചോ. ഓക്കെ. അപ്പൊ മുത്താ കല്യാണത്തിലാണ് എന്റെ ആക്ഷേപം എന്താന്ന് ഇതിനോട് പറഞ്ഞാല് അതിന്റെ റെഫറൻസ് കൂടി എടുത്തു വെച്ച ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ പരിപാടി ആക്ഷേപ വീഡിയോ ഞാൻ അയച്ചുതരാം. ഇജി ചെയ്ത വീഡിയോ അല്ല കേട്ടോ, ഞാൻ പറഞ്ഞത് എനിക്ക് അയച്ചു തന്നു. നിങ്ങൾ പറഞ്ഞ ഭാഗം ഞാൻ അയച്ചുതരാം. മതി മതി. അതിൽ എന്റെ ആക്ഷേപം എന്താന്ന് ജപ്പ പറഞ്ഞാൽ മതി, മുൻകൂട്ടി പറയുന്നൊന്നുമില്ല. ജപ്പ ആ ആയത്തിൽ എന്റെ ആക്ഷേപം എന്താന്നൊക്കെ പിന്നെ പറഞ്ഞാൽ മതി, വിളിക്കുമ്പോ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞത് ഏത് ഭാഗത്തിനെ കുറിച്ചാണ് നീ പറയണത് മാത്രം. ഒരു വിഷയം സംസാരിക്കുമ്പോ അതിൽ നിന്ന് സംസാരിക്കാൻ അതിനൊക്കെ നിങ്ങൾ ഇനി നല്ലോണം പഠിക്കണം. എന്തായാലും ആ ബക്കറയിലും യുദ്ധമല്ല, അതൊക്കെ എപ്പോഴും ആണെന്നാണ് ഇപ്പൊ പറയുന്നത്. ആയിക്കോട്ടെ. അപ്പൊ ഇനി ആരെങ്കിലും ഈ വീഡിയോ ക്ലിപ്പ് ഇനി ക്രോപ്പ് ചെയ്യല്ലോ. അവിടെ നിക്ക് ഒറ്റ മിനിറ്റ്. ഈ യുദ്ധ കളത്തിലാണ് 1 മണിക്കൂറിലധികമായി. അവിടേക്ക് 1.25 മണിക്കൂറായി. അവിടേക്ക് ഇത് പറഞ്ഞാണല്ലോ സൂറത്ത് ബക്കറയിൽ 190-191 വചനം. അത് നിങ്ങൾ വെറുതെ ഒന്ന് ഗ്രോക്കിനോട് ചോദിക്കാം എന്താണെന്ന് കൃത്യമായിട്ട് ഓര് പറഞ്ഞു. ഷമീറ, ഏത് യുദ്ധക്കളത്തിലാണ് നിങ്ങൾ പറഞ്ഞ തീരുന്ന പ്രശ്നമല്ലോ? യുദ്ധക്കളല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ? യുദ്ധക്കളാണെന്ന് ബാസിൽ യുദ്ധം ചെയ്യുമ്പോ എന്ത് ചെയ്യണം അതാണ് അവിടെ പറയുന്നത്. യുദ്ധക്കളത്തിലായിരുന്നു എന്നാ പറഞ്ഞത്. അങ്ങനെ ഖുറാനിൽ പറയില്ലല്ലോ. യുദ്ധക്കളത്തിലാണെന്ന് ബാസിൽ നോണ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഏത് യുദ്ധക്കളം ഞാൻ ചോദിച്ചപ്പോഴാണ് ഇനി എന്താ കാട്ടുക എന്ന് ആലോചിച്ചപ്പോ ഷമീർ പറഞ്ഞു ഒന്നും പേടിക്കണ്ട, അതാ എടുത്ത് വീശിക്കൂടെ ഉറുമ്പും കൂടെ പഠിപ്പിക്കുന്ന എന്തിനാ? സബ്ജക്റ്റിൽ നിന്ന് സംസാരിക്കൂ, അതിന്റെ മെറിറ്റിലേക്ക് വരൂ. നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ കോറിലേക്ക് വരൂ. വെറുതെ അവിടെ കിടന്ന് നിങ്ങൾ പറയുന്ന ഓരോ വീഡിയോക്കും മറുപടി തന്നിട്ടുണ്ട്. പറഞ്ഞിട്ടില്ല. ഷമീർ മാത്രമുള്ളൂ ഇസ്ലാം ദീനിനകത്ത് ഒരാള്. റഫീഖ് സലഫി ബദറില് ലിയാഖത്തിന്റെ വാദങ്ങൾ പൊളിക്കുന്ന അടുത്തിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാന്ന് പറഞ്ഞാൽ പോയതാണല്ലോ. ആ എവിടെ എന്നിട്ട് റഫീഖ് സലഫി 5 മുകളിൽ ഞാൻ വീഡിയോ ചെയ്തു. ഷമീറിന്റെ ഈ ഉറുമ്പിൻകൂട് ലെവലിലുള്ള സാധനങ്ങളല്ലേ? ഉറുമ്പുംകൂട് ലെവലിലൊന്നല്ല, അതൊക്കെ ചെറുതാണ്. ഇത് ചെറിയ സാധനമാണ് ചങ്ങാതി. തുപ്പിയതൊക്കെ പറഞ്ഞിട്ടല്ലേ? അല്ല, തുമ്മുന്നതും ചുമക്കുന്നതൊക്കെ അല്ലേ ഷമീറിന്റെ കേസ്? ആര് പറഞ്ഞേ? ഇത് നിങ്ങൾ പറഞ്ഞ കാര്യം കേൾപ്പിച്ചിട്ടാണ്. മുത്തയല്ലേ? മുത്തായിട്ട് നമുക്ക് ബുധനാഴ്ച ഇരിക്കാം. ഓക്കെ ഓക്കെ, എന്നാ ശരി. ഓൾ ദ ബെസ്റ്റ്.